നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക്. ഇന്ന് രാത്രി ഒരു ചരിത്രം പിറക്കും. 19ന്റെയും 39ന്റെയും കാൽപന്ത് കളിയിലെ കാൽപ്പനികത ഇന്ന് കണ്ടാസ്വദിക്കാം. ആരവങ്ങളും അതിരുകളുമില്ലാതെ സ്പാനിഷിന്റെ യുവത്വം ലാമിൻ യമാലും ഇതിഹാസ താരം സാക്ഷാൽ മിശിക എന്ന മെസ്സിയും തമ്മിൽ നേർക്കുനേരെത്തുമ്പോൾ രണ്ട് തലമുറകളുടെ ഏറ്റുമുട്ടലായി മാറുന്നു. അതെ, ഫുട്ബോളിലെ രാജാക്കന്മാരെ ഇന്ന് അർദ്ധരാത്രിയോടുകൂടി അറിയാം. അതേസമയം നഷ്ടപ്പെടാനൊന്നുമില്ലാത്ത ഇംഗ്ലീഷ് പടയും ഫ്രഞ്ച് പടയും മൂന്നാം സ്ഥാനത്തിനായി പോരാടിയപ്പോൾ ഒടുവിൽ ഫ്രാൻസിന് അടിയറവ് പറയേണ്ടി വന്നു. പക്ഷേ നേടാനുണ്ട് ഗോൾ വേട്ടക്കാരൻ എംബാപ്പയ്ക്ക്. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. മയാമിയിൽ ഇംഗ്ലണ്ടിന്റെ ഗോൾ മഴ. ഫ്രാൻസിനെ 4-6 ഗോളുകൾക്ക് തകർത്ത ഇംഗ്ലണ്ട് ഫിഫ ലോകകപ്പിന്റെ മൂന്നാം സ്ഥാനത്ത്. ബുകായ സാഗയ്ക്ക് ഹാട്രിക്. കിരീട പോരാട്ടത്തിൽ സ്പെയിൻ അർജന്റീന ഫൈനൽ 12:30. ലോകകപ്പ് ഗോൾ വേട്ടയിലും ഗോൾഡൻ ബൂട്ട് റേസിലും മെസ്സിയെ പിന്നിലാക്കി എംബാപ്പെ. ഇറാൻ ജോർദാനിലേക്ക് നടത്തിയ ആക്രമണത്തിൽ 2 US സൈനികർ കൊല്ലപ്പെട്ടതിനു പിന്നാലെ ആക്രമണം കടുപ്പിച്ച അമേരിക്ക. അമേരിക്കയുടെ തുടർച്ചയായ കരാർ ലംഘനങ്ങൾ മേഖലയിൽ സംഘർഷ സാധ്യത 10 മടങ്ങ് കൂട്ടിയെന്നും ഇറാന് മറക്കാനാകാത്ത പാഠങ്ങൾ കരുതി വച്ചിരിക്കുന്നുവെന്നും മുജ്തബി ഖമീനി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം നാളെ തുടങ്ങാനിരിക്കെ ഇന്ന് സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം. FCRA ഉൾപ്പെടെ 7 ബില്ലുകൾ അവതരിപ്പിക്കാൻ സർക്കാർ. കോൺഗ്രസ് വിളിച്ച ഇന്ത്യ സഖ്യ യോഗം നാളെ. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പാർലമെന്റ് മാർച്ച് നാളെ. KSU-VD സതീശൻ പോരിൽ അതൃപ്തിയുമായി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ. പ്രശ്നപരിഹാരത്തിന് നിർണായക ഇടപെടലിന് KPCC. അലോഷ്യസ് സേവ്യർ മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുക്കാൻ നീക്കം. കാസർഗോഡ് ചീമേനിയിൽ ആണവ നിലയം പരിഗണിക്കുമെന്ന വൈദ്യുതി മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ കടുത്ത പ്രതിഷേധവുമായി ആണവ വിരുദ്ധ ജനജാഗ്രതാ സമിതി. പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്ന ആവശ്യവുമായി മന്ത്രിയെ കാണും. ലോകകപ്പ് ഫൈനൽ നടക്കുന്ന ഇന്ന് സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണമില്ല. മെയ്തർ ഈഗിൾസ് FC പന്തോളം സമർപ്പിക്കുന്നത് മെയ്തർ ഈഗിൾസ് FC കേരള. ഇന്നാണ് കാത്തിരുന്ന സ്വപ്ന ഫൈനൽ. എന്തായാലും ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടിന് ജയം. മൂന്നാം സ്ഥാനക്കാർക്കായുള്ള ആവേശ പോരാട്ടത്തിൽ ഫ്രാൻസിനെ 4-6 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ട് തകർത്തത്. ബുക്കായോ സാഗയുടെ ഹാട്രിക് മികവിലാണ് ഇംഗ്ലണ്ടിൻ്റെ തകർപ്പൻ ജയം. 1966 ലോക കിരീടം നേടിയ ശേഷം ഇംഗ്ലണ്ട് ലോകകപ്പ് ചരിത്രത്തിൽ നേടുന്ന ഏറ്റവും മികച്ച വിജയമാണിത്. സൂപ്പർ താരം കിലിയൻ എംബാപ്പെ ഇരട്ട ഗോളുകൾ നേടിയെങ്കിലും ഫ്രാൻസിന് അതൊന്നും തുണയായില്ല. എന്നാൽ ഈ സീസണിലെയും എക്കാലത്തെയും ഗോൾ വേട്ടക്കാരിൽ എംബാപ്പെ ഒന്നാമതെത്തി. ഈ സീസണിൽ 10 ഗോളും ആകെ 22 ഗോളുകളുമാണ് അദ്ദേഹത്തിൻ്റെ നേട്ടം. ലയണൽ മെസ്സിയാണ് തൊട്ടുപിന്നിൽ. അർജന്റീന സ്പെയിൻ പോരാട്ടം ഇന്ന് അർദ്ധരാത്രിയിൽ നടക്കും. ആവേശകരമായ ഒരു അന്ത്യമാണ് ഈ ലോകകപ്പിലൂടെ ഉണ്ടാകുന്നത്. ഇന്ന് കാത്തിരിക്കുകയാണ് ആരാധകർ. ഏറ്റവും കൂടുതലും ആരാധകരുള്ള അർജന്റീന സ്പെയിനെ നേരിടുമ്പോൾ കാത്തിരിപ്പ് ഏത് തരത്തിലാകും എന്ന് നമുക്ക് നോക്കാൻ കഴിയും. കായിക നിരീക്ഷകൻ ശ്രീകുമാരൻ നായർ നമ്മോടൊപ്പം ചേരുന്നു. ചേട്ടാ, സ്വാഗതം. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആരാധകരുള്ള അർജന്റീന ഇന്ന് സ്പെയിനെ നേരിടുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? നമുക്ക് അതിലേക്ക് വരുന്നതിന് മുമ്പ് ലൂസേഴ്സ് ഫൈനലിൽ കൂടി നോക്കിയതിന് ശേഷം പോവാം. ഇന്നലെ എന്തായിരുന്നു നടന്നത്? ഒരു ഗോൾ മഴയായിരുന്നു. ഇന്നലെ കളി കണ്ടവർക്ക് ഒരു പക്ഷേ മറക്കാൻ കഴിയില്ല. ഇതിൽ സ്വാഭാവികമായും ഞാൻ കളി കണ്ട ഒരാളെന്ന നിലയിൽ എനിക്ക് തോന്നിയത് നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവർ തമ്മിലുള്ള ഒരു പോരാട്ടം, ഇഞ്ചോടിഞ്ച് പോരാട്ടം. പക്ഷേ എംബാപ്പെ എന്ന് പറയുന്ന ആ ഇതിഹാസ താരത്തിന് എന്തോ നേടാനുണ്ട്. അതായത് ഗോൾഡൻ ബൂട്ട് ഉൾപ്പെടെയുള്ള താരത്തിന് ഒരു സാധ്യത കണ്ടുകൊണ്ടുള്ള ഒരു കളിയായിരുന്നു. ആർക്കും ഒരു ഭയപ്പാടില്ല. അതുതന്നെയല്ലേ, അതായത് നഷ്ടപ്പെടാനില്ലാത്തവരുടെ ഒരു മത്സരമായി തന്നെയാണോ കാണേണ്ടത്? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗോൾ മഴ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും? ഇന്നലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ, അതായത് മിയാമി ഫ്ലോറിഡയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ നടന്നത് ശരിക്കും ഗോൾ മഴയേക്കാൾ കൂടുതൽ 2 ടീമുകൾ തമ്മിലുള്ള വാശിയേറിയ പോരാട്ടമാണ്. ഒന്നാം പകുതി തീർത്തും നിഷ്പ്രഭമാക്കിക്കൊണ്ട്, ഫ്രാൻസിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഇംഗ്ലണ്ടിൻ്റെ മുന്നേറ്റം. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇന്നലെ ഇംഗ്ലണ്ടിൻ്റെ കോച്ച് അവരുടെ സ്ഥിരം കളിക്കാരനായ ഹാരി കെയ്ന്, ജൂഡ് ബെല്ലിംഗ്ഹാം, ആൻഡേഴ്സനെ പോലുള്ളവരെയൊക്കെ കരക്കിരുത്തി ഒരു രണ്ടാം നിര ടീം പിന്നെ
ഇറക്കി, അല്ലെങ്കിൽ ഇതുവരെ ബെഞ്ചിലിരുന്ന ഒരു ടീമിനെ പരീക്ഷിക്കാൻ ഇറക്കുന്നു. അതിൽ ബുക്കായോ സാക്ക എന്ന അതിവിദഗ്ധനായ ഒരു കളിക്കാരൻ ഉണ്ട്. അദ്ദേഹം സാധാരണ ഈ വേൾഡ് കപ്പിൽ അല്പം പരിക്കിൻ്റെ പിടിയിലൊക്കെ ആയിരുന്നു ഇടയ്ക്ക്. അതുകൊണ്ട് തന്നെ ചില കളികളിലൊക്കെ അദ്ദേഹം പകരക്കാരനായാണ് എത്തിയത്. പക്ഷേ എല്ലാവർക്കും അറിയാം ബുക്കായോ സാക്കയുടെ കഴിവ്. അദ്ദേഹം ലോക ഫുട്ബോളിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു ആവർത്തനം ഇന്നലെ നമ്മൾ മിയാമിയിൽ കണ്ടു. അതിനുശേഷം കിട്ടിയ ചാൻസ് മുഴുവൻ ഗോളാക്കുന്ന ഒരു ഇംഗ്ലണ്ട് ടീമിന്, ഒരു ഇംഗ്ലീഷ് പടയാണ് നമ്മൾ ഒന്നാം പകുതിയിൽ കണ്ടത്. അപ്പോൾ നമ്മളെല്ലാം ശരിക്കും നെറ്റിച്ചൊളിച്ചു, ഈ ഫ്രാൻസിന് എന്ത് പറ്റി? ഇതുവരെ ഗംഭീരമായി, അല്ലെങ്കിൽ ആദ്യ റൗണ്ട് മുതൽ വളരെ നന്നായി ഒരുപക്ഷെ ഈ ലോകകപ്പ് വിജയിക്കും എന്നുള്ള പ്രതീക്ഷ നൽകിയ ഫ്രാൻസ് ആകെ തളർന്നു പോകുന്ന ഒരു കാഴ്ച. എംബാപ്പയ്ക്ക് കളിയൊന്നും ശരിയാകുന്നില്ല. തൊട്ടുപുറകെയുള്ള ആർക്കും, ഇപ്പം റാബിയോട്ടനായാലും ഒലീസയ്ക്കായാലും ഒക്കെ പിഴവ് പറ്റുന്നു. അവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് ദശാംശം നമ്മൾ കളി കണ്ടവർക്കറിയാം. ദശാംശം ഇന്നലെ തലയിൽ കൈവച്ചിരിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണേണ്ടി വന്നു. അതിനുശേഷം 4 ഗോളിൻ്റെ ഒരു ഡെഫിസിറ്റോടെ ലീഡോടുകൂടി സെക്കൻഡ് ഹാഫിലേക്ക്, അതെ, ഡെഫിസിറ്റോട് കൂടിയാണ് ഫ്രാൻസ് ഡഗ്ഔട്ടിലേക്ക് ഹാഫ് ടൈമിൽ പോകുന്നത്. പക്ഷേ ഹാഫ് ടൈമിലെ തന്ത്രം ഒരു 4 മാറ്റം അദ്ദേഹം വരുത്തി പെട്ടെന്ന്, ദശാംശ് എന്ന കോച്ച്. അത് തീർച്ചയായും ഫ്രാൻസിന് ഒരു ഉണർവ് നൽകി. തിരിച്ച് രണ്ടാം പകുതിയിൽ നമ്മൾ കാണുന്നത് പോരാടുന്ന ഒരു ഫ്രാൻസിനെയാണ്. അതിൽ നമ്മൾ ഉടൻ തന്നെ കണ്ടു എംബാപ്പെ സ്കോർ ചെയ്യുന്നു, അതിന് റാഷ്ഫോർഡ് സ്കോർ ചെയ്യുന്നു. അങ്ങനെയുള്ള റാഷ്ഫോർഡ് ഇംഗ്ലണ്ടിൻ്റെ റാഷ്ഫോർഡ് തീർച്ചയായിട്ടും ഇന്നലെ ആദ്യ ലെവലിൽ കളിച്ച ആളാണ്. എംബാപ്പെ സ്കോർ ചെയ്യുന്നു. എംബാപ്പെ കഴിഞ്ഞ ഉടനെ തന്നെ ബാർക്കോള ഇന്നലെ ഉണ്ടായിരുന്നു. ബാർക്കോള രണ്ടാമത് സ്കോർ ചെയ്യുന്ന അടുത്തടുത്ത മിനിറ്റുകളിൽ, 48-ാം മിനിറ്റിൽ എംബാപ്പെ, 54-ാം മിനിറ്റിൽ ബാർക്കോള. പക്ഷേ അതിനുശേഷം എംബാപ്പയുടെ വിദഗ്ധമായ 2 ഗോളുകൾ, അതായത് 48-ാം മിനിറ്റിലും 66-ാം മിനിറ്റിലും, അതാണ് ഈ ലോകകപ്പിൽ ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഫ്രാൻസിൻ്റെ നേട്ടം. ഇപ്പോൾ 22 ഗോളുകളാണ് അദ്ദേഹം നേടിയത് ടോട്ടൽ. 21 മെസ്സി നേടിയിട്ടുള്ളൂ. മെസ്സിയേക്കാൾ 1 ഗോൾ മുന്നിൽ. ഇനിയും ഒരു 2 ലോകകപ്പിനെങ്കിലും അംഗമുള്ള ആളാണ് എംബാപ്പെ. പക്ഷേ ഇനിയിപ്പം 10 ഗോളിനാണ് ഈ വേൾഡ് കപ്പിൽ 10 ഗോൾ എന്നുള്ള രീതിയിലേക്ക് ഗോൾഡൻ ബൂട്ടിലേക്കുള്ള ഒരു തീർച്ചയായിട്ടും അതിലേക്ക് വരാം. 10 ഗോളായി മെസ്സിക്ക് ഒരു അവസരമുണ്ട്. ഇന്ന് മെസ്സിക്ക് അവസരമുണ്ട്. മെസ്സി 2 ഗോൾ നേടിയാൽ 2 പേർ ഷെയർ ചെയ്യും. പക്ഷെ മെസ്സിക്ക് 3 ഗോൾ നേടണം. ഒരു ഹാട്രിക് നേടിയാൽ ഇന്ന് ടോപ്പിലേക്ക് എത്താൻ പറ്റും. ടോട്ടൽ ഗോളും കൂടെ ഇതിൽ ഇതാവില്ല. ഇല്ല, ടോട്ടൽ ഗോളില്ല. ഇല്ല, ഗോൾഡൻ ബൂട്ടിൽ ഇന്നത്തെ, അതായത് ഈ വേൾഡ് കപ്പ് മാത്രം ഉള്ളതാണ്. പക്ഷേ ഇന്നലത്തെ കളി കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നലെ ഈ ഇപ്പം 6-4 എന്നുള്ള സ്കോറിനപ്പുറത്തേക്ക് ഒരു സ്കോർ പോകുമായിരുന്നു എന്ന് തോന്നി. പല ചാൻസുകളും നഷ്ടപ്പെടുത്തുന്നത് ഈ ടീം. തീർച്ചയായിട്ടും. മാത്രമല്ല ഇന്നലെ നമ്മളറിയാം പിക്ഫോർഡിന് പകരം ഹാൻഡേഴ്സനാണ് ഇന്നലെ ഗോൾ കീപ്പറായിട്ട്, ഇംഗ്ലണ്ടിൻ്റെ ഗോൾ കീപ്പറായി എത്തുന്നത്. അദ്ദേഹത്തെ ശരിക്കും പരീക്ഷിച്ചിരുന്ന ഫസ്റ്റ് ഹാഫിൽ 2 അടി അദ്ദേഹം വളരെ ഭംഗിയായി സേവ് ചെയ്യുന്നു. അതിനുശേഷം സെക്കൻഡ് ഹാഫിലും അദ്ദേഹം നന്നായി ഗോളെന്ന് ഉറപ്പിച്ച 2 അവസരങ്ങൾ കൂടി രക്ഷപ്പെടുന്നു. അല്ലെങ്കിൽ ഒരുപക്ഷെ എക്സ്ട്രാ ടൈമിലേക്ക് കളി പോകാമായിരുന്നു, അല്ലെങ്കിൽ പെനാൾട്ടി ഷൂട്ടൗട്ടിലേക്ക് കളി നീങ്ങാനും ഉണ്ടായിരുന്ന ഒരു സന്ദർഭം. പക്ഷേ അതിനുശേഷമാണ് ടച്ചൽ, അതായത് ഇംഗ്ലണ്ടിൻ്റെ കോച്ച് അവസാന നിമിഷം 88-ാം മിനിറ്റിലാണെന്ന് തോന്നുന്നു, ലാസ്റ്റ് മിനിറ്റിലാണ്, 97 മിനിറ്റ് കളി കഴിഞ്ഞതിലാണ് 2 ഗോൾ പെട്ടെന്ന്. അത് തന്നെ. അപ്പോഴത്തേക്കും അദ്ദേഹം ജൂഡ് ബെല്ലിംഗ്ഹാമിനെ കളിക്കളത്തിലേക്ക് ഇറക്കുന്നു. ബെല്ലിംഗ്ഹാം വന്നതോടുകൂടി കളിയുടെ വീണ്ടും കളി മാറുന്നു. അവസാന വിസിൽ തീരുമ്പോൾ ബെല്ലിംഗ്ഹാം ഗോളടിക്കുന്നു. അവസാന വിസിലിൻ്റെ അകമ്പടി എന്ന് പറയുന്നത് ജൂഡ് ബെല്ലിംഗ്ഹാമിൻ്റെ 6ാമത്തെ ഗോളാണ്. 10 ഗോളുകൾ കണ്ട ഒരു മത്സരം. ഒരു ലോകകപ്പിൽ 10 ഗോളുകൾ, മനോഹരമായ 10 ഗോളുകൾ കാണുക എന്ന് പറയുന്നത് തീർച്ചയായും ഒരു ഫുട്ബോൾ വിരുന്നായി തന്നെ നമ്മൾ കണക്കാക്കണം. ഇത് 2 മികച്ച ടീമുകൾ തമ്മിലുള്ള കളിയാണ്. 44 വർഷങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ട് ഫ്രാൻസിനെ പരാജയപ്പെടുത്തുന്ന കാഴ്ച ലോകകപ്പിൽ. അതാണ് ഇന്നലെ നമ്മൾ മിയാമിയിൽ അല്ലെങ്കിൽ ഫ്ലോറിഡ സ്റ്റേഡിയത്തിൽ കണ്ടത്. എന്തായാലും ആർക്കും നഷ്ടമായില്ല. കളി കണ്ടിട്ടുള്ളവർക്ക് ആർക്കും ആ സമയം നഷ്ടമായിട്ടില്ല. 2:30 മുതൽ കളി കാണാനിരുന്നവർക്ക് തീർച്ചയായിട്ടും. പക്ഷേ ഫ്രാൻസിനൊരു നഷ്ടം, വെങ്കല മെഡൽ നഷ്ടമാണ്. അതെ, അത് തീർച്ചയായും ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലണ്ടിന് അടിയറവ് പറഞ്ഞത് തീർച്ചയായും അവർക്ക് ഒരു നാണക്കേട് തന്നെയാണെന്ന് പറയാം.
തീർച്ചയായിട്ടും. എന്തായാലും കഴിഞ്ഞു എന്ന് പറഞ്ഞതുപോലെ മൂന്നാം സ്ഥാനക്കാർ ഇംഗ്ലണ്ട് 3-ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുന്നു, ഫ്രാൻസിന് 4-ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുന്നു. പക്ഷേ ഇന്നലെ ഒരു നല്ലൊരു മത്സരം കാണാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും. ഡെക്ലാൻ റൈസിന്റെ ആദ്യത്തെ ഗോള് നമ്മൾ അതോട്ട് തുടങ്ങണം. ശരിക്കും പറഞ്ഞെങ്കിൽ ഡെക്ലാൻ റൈസിന്റെ ആദ്യത്തെ ഗോള് 3-ാം മിനിറ്റിൽ, കളി തുടങ്ങി 3-ാം മിനിറ്റിൽ ഗോൾ സ്കോർ ചെയ്യുന്നു. ഒരുപക്ഷെ ഇംഗ്ലണ്ടിന്റെ ഈ ലോകകപ്പിൽ അല്ലെങ്കിൽ എക്കാലത്തെയും ലോകകപ്പിൽ മികച്ച പ്രകടനമായി ഇത് കണക്കാക്കാം. മാത്രമല്ല അവരുടെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗോൾ എന്ന് പറയുന്നതിന്റെ രണ്ടാമത്തെ മിനിറ്റ് അതാണ് ഈ ഫ്ലോറിഡയിൽ നമ്മൾ കണ്ടത്. തീർച്ചയായും നമുക്ക് ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചില്ലേ, പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു നിമിഷമാണ്. രാത്രി 12:30-ക്കാണ് സ്പെയിൻ അർജന്റീന പോരാട്ടം. ഒരു മുൻതൂക്കം അർജന്റീനയ്ക്കുണ്ട് എന്ന് അവകാശപ്പെടുന്നെങ്കിൽ പോലും സ്പെയിൻ ഒട്ടും പിന്നിലല്ല എന്ന് തന്നെയാണ്. ഇവരുടെ മുൻകാല ചരിത്രങ്ങൾ അപൂർവമാണ് അല്ലേ? തമ്മിലൊരു സൗഹൃദ മത്സരത്തിനപ്പുറത്തേക്ക് ഒരു മത്സരം കളിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ആരുടെ ആവനാഴിയിലാണ് കൂടുതൽ അമ്പുകളുള്ളത് അല്ലെങ്കിൽ വിദഗ്ധമായ അമ്പുകളുള്ളത് എന്ന് നമുക്ക് കണ്ടറിയാം. നമുക്കറിയാം കഴിഞ്ഞ ഈ ലാസ്റ്റ് കളിയിൽ അർജന്റീന കളിയിൽ നോക്കാം, കേപ്പ് വെർദയിലുള്ള കളിയും ഈജിപ്തിൻ്റെ കളികൾ നോക്കുമ്പോൾ അല്പം വീർത്തിട്ടാണ് വരുന്നത്. പക്ഷേ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു ട്രിക്ക് ഉണ്ടായിരുന്നു, ഒരു ഗെയിം പ്ലാൻ ഉണ്ടായിരുന്നു. ലാസ്റ്റ് മൂമെൻറ്റിൽ അല്ലെങ്കിൽ ഒരു 70-ാം മിനിറ്റ് കഴിയുമ്പോൾ ഉയർത്തെഴുന്നേൽക്കുന്ന രീതിയിലേക്ക് ഒരു ബി പ്ലാൻ. അതെ, ബി പ്ലാൻ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കാൻ കഴിയുന്ന ഒരു ടീമാണ് അർജന്റീന. പ്രത്യേകിച്ച് മെസ്സിയുടെ പ്രകടനം ഉൾപ്പെടെ വരുമ്പോൾ അതൊരു പക്ഷേ ഒരു മുൻതൂക്കമായി നമുക്കതിനെ കാണാൻ കഴിയുമെങ്കിൽ പോലും സ്പെയിനുമായിട്ടുള്ള മത്സരത്തിൽ ഇത്തരം ഒരു ബി പ്ലാൻ വർക്കൗട്ടാകുമോ? ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഒരു ശക്തമായ പോരാട്ടം. ശക്തമായ പോരാട്ടം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ ലോക ചാമ്പ്യന്മാർ അവർ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാനായി ഇറങ്ങുന്നു, അല്ലെങ്കിൽ ലോക ചാമ്പ്യൻ പട്ടത്തോടു കൂടി ഇറങ്ങുന്ന അർജന്റീന. നേരത്തെ ഇപ്പോൾ രാജേഷ് പറഞ്ഞതുപോലെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു ടീം ഇപ്പോൾ എന്തായാലും അർജന്റീനയാണ് ഈ ലോകകപ്പ് നമ്മൾ ഇനി കാണാനുള്ളത്. അതോടൊപ്പം തന്നെ സ്പെയിനിന് നമ്മൾ പറയുമ്പോൾ ഇത്തവണ സ്പെയിൻ അവരുടെ നാട്ടിലെ ചാമ്പ്യന്മാരാണ്, യൂറോപ്യൻ ചാമ്പ്യന്മാരാണ്. അങ്ങനെ ചാമ്പ്യന്മാരായി വന്ന 2 ഘട്ടമാണ്. ഒന്ന് 2010-ലായിരുന്നു, അന്ന് അവർ കപ്പ് കൊണ്ടുപോയി. ഇതിപ്പോൾ 2026 വീണ്ടും അതേ ഒരു സാഹചര്യത്തിൽ ഒരുപാട് അനുകൂല സാഹചര്യം സ്പെയിനിന് ഉണ്ട്. പക്ഷെ കണക്കുകളല്ല, കളിയാണ് പ്രധാനം. എപ്പോഴും മാറ്റി നിർത്താനാവാൻ കഴിയാത്ത, അല്ലെങ്കിൽ ലോകത്ത് ഇന്ന് ഏറ്റവും മുന്തിയ താരം ആരാണെന്ന് ചോദിച്ചാൽ ഈ 39-ാം വയസ്സിലും താനാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ലയണൽ മെസ്സി. അദ്ദേഹത്തെ അമിതമായി വിശ്വസിക്കുന്ന ബാക്കി 10 പേർ. അതാണ് അർജന്റീന ടീം. എപ്പോഴും മെസ്സിക്ക് ബോൾ നൽകുക, മെസ്സിയിലൂടെ കളി സ്വന്തമാക്കുക. ഇതാണ് ശരിക്കും അർജന്റീനിയൻ തന്ത്രം. അവർക്ക് അതിനനുയോജ്യമായ ഒരു കോച്ചും സ്കലോണിയെ സംബന്ധിച്ചിടത്തോളം ഈ ലയണൽ സ്കലോണിയും ലയണൽ മെസ്സിയും തമ്മിലുള്ള ഒരു കെമിസ്ട്രി അത് കൃത്യമായി ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മുതൽ. മാത്രമല്ല അവരുടെ ടീമിൽ നമ്മൾ നോക്കിയാൽ ആരെയാണ് ഇപ്പോൾ പകരക്കാരനായി ഇറങ്ങുന്നവർ, ബെഞ്ചിലിരിക്കുന്നവരും സ്ട്രെങ്ത് അതുപോലെ തന്നെയാണ്. ഈ 11 പേരെ പോലെ കളിക്കാൻ കഴിവുള്ള 11 പേർ ബെഞ്ചിലിരിക്കുന്നു. അതാണ് അർജന്റീനയുടെ മറ്റൊരു കൈമുതൽ. കഴിഞ്ഞ മത്സരത്തിൽ തന്നെ അറിയാം, 4 പേരെയാണ് ഹാഫ് ടൈം കഴിഞ്ഞപ്പോഴത്തേക്കും ഇറക്കി. അല്ല, അതാണ് ബി പ്ലാൻ എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം. അതാണ് സ്കലോണിക്ക് അങ്ങനെയുണ്ട്. മാത്രമല്ല ബാക്കിയുള്ളവരെ പോലെ വളരെ ആവേശം കാണിക്കാത്ത ഒരു കോച്ചാണ് സ്കലോണി. നമ്മൾ സ്കലോണിയെ ഡഗ്ഔട്ടിൽ കണ്ടാൽ അറിയാം, സ്കലോണിക്ക് ഒരു ആവേശവുമില്ല. ഗോളടിച്ചാലും ജസ്റ്റ് ഒരു അക്നോളജ്മെൻറ്റ് മാത്രം. അത് അങ്ങനെ കളിയെ വിലയിരുത്തുന്ന ഒരു കോച്ചാണ് സ്കലോണി. ആ സ്കലോണിയുടെ തന്ത്രവും മെസ്സിയുടെ മികവുമാകുമ്പോൾ അർജന്റീന എന്തായാലും മുൻപിൽ നിൽക്കുന്നു. മറുഭാഗത്ത് സ്പെയിൻ നമുക്കറിയാം, ലോക ഫുട്ബോളിൽ തനതായ ഒരു ശൈലി കൊണ്ടുവന്ന ടീമാണ് സ്പെയിൻ, ടിക്കി ടാക്ക എന്ന്. ഇന്നും അവർ അതിൻ്റെ നിഴലിൽ കളിക്കുന്നു. കുറിയ പാസുകളുമായി വളരെ വേഗം കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്ന. പക്ഷേ ഫുട്ബോൾ ആരാധകർക്ക് പോലും അറിയില്ല ടിക്കി ടാക്ക് എന്ന് പറയുന്നത് അറിയില്ല. കുറുകിയ പാസുകൾ ഉപയോഗിച്ച് മത്സരത്തെ എതിർ ടീമിനെ കബളിപ്പിച്ചുകൊണ്ട് മുന്നേറുക എന്നുള്ള ഒരു, എന്നിട്ട് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുക. നമ്മൾ ഇവിടെ 2 പേരെയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഒന്ന് 39 വയസ്സുകാരനായ മെസ്സി, ജനറേഷൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് പോലെ അല്ലേ. മറുഭാഗത്ത് 19 വയസ്സുകാരനായ യമാൽ. ഇവർ 2 പേർ തമ്മിലുള്ള ഒരു താരതമ്യം നമുക്കറിയാം. യമാല് പണ്ട് കൊച്ചിലെ യമാലിനെ എടുക്കുന്ന മെസ്സിയെ
ചിത്രമൊക്കെ വളരെ വൈറലായിരുന്നു. വൈറലായി ഫോട്ടോകളൊക്കെ നമ്മൾ കണ്ടതാണ്. ആ യമാൽ ഇന്ന് നേർക്കുനേർ തൻ്റെ ആരാധ്യ പുരുഷനുമായി കളിക്കുന്നു. യമാലിന് എന്ത് ചെയ്യാൻ പറ്റും? യമാലിൻ്റെ വൈഭവം നമ്മൾ കണ്ടതാണ്. ഈ ലോകകപ്പിൽ അദ്ദേഹം ഇനി വരുന്ന ലോകകപ്പിലൊക്കെ താൻ ഒരു താരമായി മാറും എന്ന് ഗ്ലിംസസ് കാട്ടിത്തന്ന ഒരു മത്സരം കൂടിയാണ് ഈ ലോകകപ്പ്. അങ്ങനെയുള്ള ലോകകപ്പിൽ ഒരുപാട് താരങ്ങളുണ്ട്. അതുപോലെ തന്നെ കുബറാസി എന്ന 19-കാരനായ ഡിഫൻഡർ സ്പെയിനിലെ കുർക്കുറേല, ഒരുപാട് പേരുടെ, ഇപ്പോൾ 11 പേരുടെ പേര് നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു ഫുട്ബോൾ വിരുന്നായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിഹാസ താരങ്ങൾ ഏറ്റുമുട്ടുന്നു. ഇതിൽ ചേട്ടൻ സൂചിപ്പിച്ച പോലെ ഒരു യുവത്വവും ക്ലബ് ഫുട്ബോളും കളിച്ച് മുന്നേറുന്ന സ്പാനിഷ് ടീം, മറ്റത് രാജ്യങ്ങൾക്ക് വേണ്ടി മാത്രം കളിച്ച് ലോകകപ്പിൻ്റെ പരിചയമുള്ള അർജൻറ്റീന. അതിലൊരു ദിവസം വയസ്സന്മാരെന്ന് പറയുന്നത് ശരിയല്ല, എങ്കിൽ പോലും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള, നേരത്തെ പറഞ്ഞ യുവത്വത്തിന് അപ്പുറത്തേക്ക് ഒരു പടി കൂടി കടന്ന ടീമാണ്. ഇവിടെ ഏറ്റുമുട്ടുമ്പോൾ സ്വാഭാവികമായും ട്രിക്കുകളും സ്ട്രാറ്റജിക്കും അപ്പുറത്തേക്ക് വരുന്ന ഒരു വ്യക്തിഗത മികവ് കൂടി നമുക്ക് പരിഗണിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ലാറ്റിൻ അമേരിക്കയിൽ ജനിച്ചു നമ്മുടെ പ്രധാനപ്പെട്ട മെസ്സിഹ എന്ന മെസ്സി, പക്ഷെ അദ്ദേഹം കളിച്ചത് മുഴുവൻ എവിടെയാണ്? കളിച്ചത് മുഴുവൻ സ്പെയിനിലാണ്. അങ്ങനെ ഒരു സ്പെയിനിൽ കളിയുടെ ഒരു അറ്റാച്ച്മെൻറ്റ് കൂടി മെസ്സിക്കുണ്ട്. അങ്ങനെയുള്ള രാജ്യത്തെയാണ് ഇന്ന് ഫൈനലിൽ നേരിടുന്നത്. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, മെസ്സിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ ലോകകപ്പിൽ അവസാനത്തെ 10 മിനിറ്റ് താൻ എത്രമാത്രം അപകടകാരിയാണെന്ന് കാണിച്ചു തന്ന 3 മത്സരങ്ങൾ മുന്നിലുണ്ട്. ആ 3 മത്സരങ്ങൾ ഈജിപ്തിനെതിരെ, അതുപോലെ തന്നെ സ്വിറ്റ്സർലാൻഡിനെതിരെ അവസാന സെമി ഫൈനൽ മത്സരം, ഈ മത്സരങ്ങളിലെല്ലാം തൻ്റെ വൈഭവം പുറത്ത് കാട്ടിയ, താൻ ഗോളടിച്ചില്ലെങ്കിൽ താൻ ഗോൾ അടിപ്പിക്കും എന്ന് കാട്ടിത്തന്ന ഒരു മെസ്സിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിലയിരുത്താൻ ഇന്ന് ഒരു കോച്ചിനും അല്ലെങ്കിൽ ഒരു AI-ക്കോ അല്ലെങ്കിൽ ഒന്നിനും കഴിയുന്നില്ല എന്നുള്ളതാണ്. ഏത് സമയം അദ്ദേഹം അപകടകാരിയെ, നമ്മുടെ ഒരൊറ്റ ഗോള് കണ്ടാൽ മതി. സെമി ഫൈനലിൽ മാർട്ടിനസ് നേടിയ ആ ഹെഡർ ഗോൾ, അത് മാത്രം മതി അദ്ദേഹത്തിൻ്റെ അസിസ്റ്റ് മികവ് തെളിയിക്കാൻ. അങ്ങനെ ഗോളടിച്ചെങ്കിൽ ഗോൾ അടിച്ചില്ലെങ്കിൽ ഗോൾ അടിപ്പിക്കുന്ന മെസ്സി, കളി ജയിപ്പിക്കുന്ന മെസ്സി, അതാണ് അർജൻറ്റീനയ്ക്ക് ഏറ്റവും വലിയ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരം ഒരു 50-50 ഞാൻ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആകട്ടെ. കാരണം ഇരു ടീമുകളും മികച്ച പെർഫോമൻസ് ആണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നേരത്തെ വിലയിരുത്തിയതുപോലെ ഓരോ രാജ്യക്കാർക്ക് അല്ലെങ്കിൽ ക്ലബ് ഫുട്ബോളിൻ്റെ ഒരു മാധുര്യം അടങ്ങിയ സ്പാനിഷ് ടീമും അല്ലെങ്കിൽ സ്പെയിനും അർജൻറ്റീനയ്ക്ക് ലോകകപ്പ് കളിച്ചതിൻ്റെ ഒരു പാരമ്പര്യവും ഉള്ളതുകൊണ്ട് ഇഞ്ചോടിഞ്ചൊരു പോരാട്ടമായിരിക്കും ഇന്ന് രാത്രി 12:00 കാണാൻ കഴിയുക. എന്തായാലും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ആരാധകർ. എന്നാലും 3 രാജ്യങ്ങളിലെ 16 വേദികൾ, 48 ടീമുകൾ, 104 മത്സരങ്ങൾ, ഒരു മാസത്തിലേറെ നീണ്ട യാത്രയ്ക്കൊടുവിൽ ഫുട്ബോൾ ലോകം ഒറ്റ മത്സരത്തിലേക്ക് ചുരുങ്ങിക്കഴിഞ്ഞു. കലാശ പോരാട്ടത്തിൽ സ്പെയിൻ അർജൻറ്റീന ക്ലാസിക് പോരാട്ടം കാണുവാനുള്ള തിടുക്കത്തിലാണ് ആരാധകർ. കാത്തിരിക്കാം രാത്രി 12:30 വരെ. KSU VD സതീശൻ പോരിൽ അതൃപ്തിയുമായി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നിരിക്കുന്നു. പ്രശ്ന പരിഹാരത്തിന് ശ്രമം നടത്തണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. പ്രശ്നത്തിൽ KPCCയുടെ ഇടപെടലാണ് നിർണായകം. അലോഷ്യസ് സേവ്യർ മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയ്ക്ക് വഴി ഒരുക്കാനാണ് നേതൃത്വത്തിൻ്റെ തീരുമാനം. കൂടുതൽ വിശദാംശങ്ങളുമായി രജിത് കുമാർ തിരുവനന്തപുരത്തു നിന്നും ചേരുന്നുണ്ട്. രജിത്ത്, ഇത് കഴിഞ്ഞ ദിവസം തന്നെ ഒരു പ്രവചനത്തിൻ്റെ രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരുന്നു. എന്തായാലും അലോഷ്യസ് സേവ്യർ എന്തായാലും മുഖ്യമന്ത്രി കാണുമെന്ന് അലോഷ്യസ് തന്നെ പറഞ്ഞിരിക്കുന്നു. KPCC പ്രസിഡന്റിനെ അലോഷ്യസ് കണ്ടിരിക്കുന്നു. ഇതൊരു ഗ്രൂപ്പിസത്തിലേക്ക് പോകുകയാണോ? ഏതോ ഒരു ചരട് വലി നടക്കുന്നതായുള്ള ഒരു ആക്ഷേപങ്ങൾ കൂടി ഈ വാർത്തകളായി പുറത്തു വരുന്നുണ്ടല്ലോ. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഇത് എങ്ങനെ കെട്ടടങ്ങും? രാജേഷ്, ഗവൺമെൻറ് ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് KSU മുഖ്യമന്ത്രി പോര് ആരംഭിക്കുന്നത്. ഇതിൽ KSUവിൻ്റെ അതൃപ്തി അറിയിക്കുന്നതിനായി മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിക്കുമ്പോൾ മുഖ്യമന്ത്രി സമയം നൽകുന്നില്ല എന്നതായിരുന്നു അലോഷ്യസിൻ്റെ പരാതി എന്ന് പറയുന്നത്. അലോഷ്യസ് സേവ്യർ ഇത് പബ്ലിക്കായി മറ്റു മാധ്യമങ്ങളോട് പറഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന് വിശദീകരണമായി മുഖ്യമന്ത്രിയും ഇതിന് വിശദീകരണമടക്കം നൽകുകയും ചെയ്തുവെങ്കിൽ തന്നെയും ഈ രണ്ടുപേരുടെ അഭിപ്രായ പ്രകടനം പോര്, അല്ലെങ്കിൽ KSU പോര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം പോലും മുതിർന്ന നേതാക്കളടക്കം ഇക്കാര്യത്തിൽ പരിഹാരമുണ്ടാകണം. കാരണം UDF ഭരിക്കുന്ന സമയത്ത് തന്നെ KSUവിൻ്റെ അഭിപ്രായങ്ങൾ മാനിക്കാൻ തയ്യാറാകാതെ
മുഖ്യമന്ത്രി മുന്നോട്ട് പോകുന്നത് ശരിയായ കാര്യമല്ല എന്നാണ് നേതാക്കളൊക്കെയും തന്നെ പറയുന്നത്. കാരണം KSUവിനെ കൂടി കേൾക്കാൻ തയ്യാറാകണമെന്ന ആവശ്യമാണ് മുതിർന്ന നേതാക്കളൊക്കെയും അവർ പലപ്പോഴായി തങ്ങളുടെ അഭിപ്രായമായി പറയുകയും ചെയ്യുന്നത്. അതിൽ തന്നെ രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ KC വേണുഗോപാലും കഴിഞ്ഞ ദിവസം VM സുധീരനും അടക്കം KPCCയിൽ കഴിഞ്ഞ ദിവസം നടന്ന ഉമ്മൻചാണ്ടി അനുസ്മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വേദിയിലേക്ക് ആലോഷിയെ വിളിച്ചു വരുത്തുകയും അതിനുശേഷം അദ്ദേഹത്തിന് ഹസ്തദാനം നൽകിക്കൊണ്ട് അദ്ദേഹത്തെ വേദിയിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് തൻ്റെ അഭിപ്രായം അത് എവിടെയാണെങ്കിലും പറയണം, അത് KSUവിൻ്റെ അഭിപ്രായം അത് എവിടെയാണെങ്കിലും പറയണമെന്ന കാര്യം പറയുന്നതിനോടൊപ്പം തന്നെ VM സുധീരൻ പറഞ്ഞത് ഇക്കാര്യത്തിൽ പരിഹാരം കാണാനുള്ള ശ്രമം കൂടി നടത്തണം എന്നാണ് അദ്ദേഹം ഉപദേശിക്കുകയും ചെയ്തത്. ഈ കാര്യങ്ങളൊക്കെയും മുതിർന്ന നേതാക്കളായിട്ടുള്ള നേരത്തെ രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ KC വേണുഗോപാലൊക്കെയും തന്നെ ഇക്കാര്യത്തിൽ പരിഹാരം കാണാൻ സർക്കാർ തയ്യാറാകണമെന്ന ആവശ്യം ഇതിനോടകം തന്നെ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുമുണ്ട്. ഒപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസം KPCC അധ്യക്ഷനെ കണ്ട് KSUവിൻ്റെ പരാതി നൽകുകയും ചെയ്തത്. ആ പരാതി കൂടി പരിഗണിച്ചുകൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു എന്നാണ്, സണ്ണി ജോസഫ് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം നടന്ന പരിപാടിയിൽ അവഗണിച്ച് മുന്നോട്ട് പോയത് അദ്ദേഹം കാണാത്തത് കൊണ്ടാണ് എന്ന ഒരു അഭിപ്രായ പ്രകടനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുമുണ്ടായത്. എന്നാൽ KPCC അത് വിശ്വാസത്തിലെടുക്കാൻ തയ്യാറായിട്ടില്ല എങ്കിൽ കൂടിയും കൃത്യമായി ദൃശ്യങ്ങളിൽ നിന്ന് അവയൊക്കെ വ്യക്തമാണ്. എന്ന് തന്നെയായാലും ഇക്കാര്യത്തിലൊരു പരിഹാരം കാണാൻ KPCCയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. കാരണം ഈ KPCC അധ്യക്ഷനും മുഖ്യമന്ത്രിയും തമ്മിൽ ഇക്കാര്യത്തിലൊരു ചർച്ച എന്തായാലും ഉണ്ടാവുകയും ചെയ്യും. KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷനുമായുള്ള ഒരു കൂടിക്കാഴ്ച, അത് KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ തന്നെ ഒരു കൂടിക്കാഴ്ചയ്ക്ക്, മുഖ്യമന്ത്രിയുമായ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുക്കുക എന്നതായിരിക്കും KPCC ഇനി ഇതിനായി ഒരു പരിഹാരം എന്ന രൂപേണ കാണാൻ പോവുക. അതിനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് കൃത്യമായി തന്നെ ആലോചി സേവ്യറും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പ്രധാനമായും ഈ ഒരു കൂടിക്കാഴ്ച നടന്നാൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു പരിഹാരമാകും. എന്നാൽ അതിനുള്ളൊരു ശ്രമം അല്ലെ അതിനുള്ളൊരു സമയം മുഖ്യമന്ത്രി നൽകുക എന്നതാണ്. രണ്ട് ദിവസം മുമ്പ് സമയം നൽകിയിരുന്നു എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ വിശദീകരിക്കുന്നുണ്ട്. കാണാൻ വേണ്ടി തന്നെയാണ് കൊച്ചിയിലേക്ക് പോയതെന്ന് KSUവും വിശദീകരിക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും ഈ ഒരു വിഷയം അത് വിവിധ വേദികളിൽ മറ്റു നേതാക്കളൊക്കെയും അല്ല KSUവിൻ്റെ തന്നെ മറ്റ് ജില്ലാ നേതാക്കളൊക്കെയും തന്നെ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം മുഖ്യമന്ത്രിയുടെ പക്ഷത്തും അതുപോലെ തന്നെ KSU അധ്യക്ഷൻ്റെ ഭാഗത്തും രണ്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ടുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോകുന്ന സമയത്തു കൂടിയും KSUവിൻ്റെ ഭാഗം വ്യക്തമാക്കാൻ മുഖ്യമന്ത്രിയെ കാണും എന്ന ഒരു കാര്യമാണ് നേരത്തെ തന്നെ വ്യക്തമാക്കിയത്. എന്തുതന്നെയായാലും ഇതിനൊരു പരിഹാരം എന്നത് അത് ഇനി KPCCയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകേണ്ടത്. KPCC ഇക്കാര്യത്തിൽ ചർച്ചയ്ക്കൊരു വഴിയൊരുക്കുക, ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഒരു വഴിയൊരുക്കുക എന്നതാണ്. അത് രജിത്താണ് വിശദാംശങ്ങൾ തത്സമയം തിരുവനന്തപുരത്ത് നിന്നും നൽകിയത്. മറ്റു വാർത്തയിലേക്ക്, പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. FCRA ഉൾപ്പെടെ 7 ബില്ലുകളാണ് നിലവിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. സമ്മേളനത്തിന്റെ മുന്നോടിയായി സർവകക്ഷി യോഗം ഇന്ന് ചേരും. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ജിഷ്ണു, ഈ സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷ കക്ഷികളൊക്കെ ചേരുന്നുണ്ടോ? എന്തായിരിക്കും എങ്കിൽ അവരുടെ നിലപാടും? രാജേഷ്, പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുൻപായാണ് ഇപ്പോൾ സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. എല്ലാ കക്ഷി നേതാക്കളോടും ആ യോഗത്തിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ കക്ഷി നേതാക്കളും സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. സർക്കാർ ഈ ഒരു സഭാ സമ്മേളന കാലയളവിൽ മുഴുവൻ കക്ഷികളുടെയും പിന്തുണ തേടിക്കൊണ്ടായിരിക്കും ഈ ഒരു സർവകക്ഷി യോഗത്തിൽ സംസാരിക്കുക. അതിനുശേഷം പ്രതിപക്ഷ നേതാക്കളുടെയും ഒപ്പം ഭരണപക്ഷത്തിന്റെയും എല്ലാം തന്നെ പ്രതികരണങ്ങൾ ഉണ്ടാകും. നാളെ ആരംഭിച്ച് ഓഗസ്റ്റ് 13 വരെ 19 പ്രവൃത്തി ദിവസമാണ് ഈ വർഷകാല സമ്മേളനത്തിലുള്ളത്. അതിൽ FCRA നിയമ ഭേദഗതി ഉൾപ്പെടെ നിർണായകമായ 7 ബില്ലുകൾ നിലവിൽ ലോക്സഭാ സെക്രട്ടേറിയറ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. വന്ദേ മാതരത്തെ അപമാനിക്കുന്നവർക്ക് ജയിൽ ശിക്ഷ ഉറപ്പാക്കുന്ന ബില്ല്, ഒപ്പം ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബില്ല്, FCRA നിയമ ഭേദഗതി തുടങ്ങി 7 ബില്ലുകളാണ് നിലവിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ വനിതാ സംവരണത്തോടൊപ്പമുള്ള മണ്ഡല പുനർനിർണയം കൂടാതെ കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലുള്ള ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലുകൾ, ഈ ബില്ലുകൾ അന്തിമ രൂപത്തിലായിട്ടുണ്ടെങ്കിൽ പോലും ഈ വർഷകാല സമ്മേളനത്തിൽ ഇത് അവതരിപ്പിക്കുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. ഒപ്പം സമ്മേളനത്തിൽ പ്രതിപക്ഷം എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് ഏറെ നിർണായകമാകും. കാരണം നിരവധി വിഷയങ്ങൾ പ്രതിപക്ഷത്തിന് മുൻപിലുണ്ട്. അത് അയോധ്യ സംഭാവന ക്രമക്കേട്, കൂടാതെ നീറ്റ് ഉൾപ്പെടെയുള്ള പരീക്ഷകളിൽ വന്നിട്ടുള്ള വീഴ്ചകളും ചോദ്യപേപ്പർ ചോർച്ചയും, ഈ വിഷയങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ട് ആദ്യ ദിവസം മുതൽ തന്നെ സർക്കാരിനെതിരെ പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധ
നിക്ഷേപിക്കാനുള്ള ഒരു തീരുമാനം തന്നെയാണ് കോൺഗ്രസ് കൈക്കൊണ്ടിട്ടുള്ളത്. അത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ യോഗം ചേർന്നിരുന്നു. നാളെ രാവിലെ ഇന്ത്യ മുന്നണിയുടെ യോഗം കോൺഗ്രസ് വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിൽ എത്ര കക്ഷികൾ പങ്കെടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം നേരത്തെ DMK ഉൾപ്പെടെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷ മുന്നണിയിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന പ്രതികരണം നടത്തുകയും ലോക്സഭയ്ക്കകത്ത് ഈ ഇന്ത്യ സഖ്യത്തിനപ്പുറത്തേക്ക് പ്രത്യേക ബ്ലോക്കായിരിക്കാനുള്ള അവസരം നൽകണമെന്ന് DMK സ്പീക്കർക്ക് കത്ത് നൽകുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് കോൺഗ്രസ് നാളെ വിളിച്ചു ചേർത്തിട്ടുള്ള ഇന്ത്യ സഖ്യ യോഗത്തിൽ ആരെല്ലാം പങ്കെടുക്കുമെന്ന് നോക്കിക്കാണേണ്ടതാണ്. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വിവിധ വിഷയങ്ങൾ ഉയർത്തി സഭ പ്രക്ഷുബ്ധമാക്കാൻ തന്നെയായിരിക്കും തീരുമാനം. അതേസമയം സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ, വികസന പദ്ധതികൾ, ഈ ഒരു സാമ്പത്തിക വർഷം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പുതിയ പദ്ധതികൾ ഇവയെല്ലാം മുൻനിർത്തിക്കൊണ്ട് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രതിരോധം തീർക്കാനായിരിക്കും സർക്കാർ ശ്രമിക്കുക. രാജേഷ്. വിഷ്ണു, മറ്റൊരു പ്രധാന വിഷയം, ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ജന്തർ മന്ദിറിൽ പ്രതിഷേധിക്കുന്ന കോക്രോച്ച് ജനതാ പാർട്ടി നാളെ പാർലമെന്റ് മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ടല്ലോ. സോനം വാങ്ചുവിൻ്റെ ആശുപത്രിയിൽ നിരാഹാരം വീണ്ടും തുടരുകയാണ്. ആരോഗ്യനില എങ്ങനെയാണ്? അതോടൊപ്പം തന്നെ അഭിജിത്ത് ദീപ്കയും നിരാഹാരം തുടരുന്നു. കഴിഞ്ഞ ദിവസം ഈ അഭിജിത്ത് ദീപ്കയ്ക്കെതിരെയും പ്രതിഷേധമുണ്ടായല്ലോ. മഷിയൊക്കെ കുടയുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്താണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട്? രാജേഷ്, ജന്തർ മന്ദിറിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം തുടരുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് തുടങ്ങിയിട്ടുള്ള സമരം ഒരു മാസം പിന്നിടുമ്പോൾ കഴിഞ്ഞ ദിവസം സോനം വാങ്ചുകിനെ, അവിടെ സമരവേദിയിൽ നിരാഹാരം അനുഷ്ഠിച്ചിരുന്ന സോനം വാങ്ചുകിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് സഫ്ദർജംഗ് ആശുപത്രിയിലേക്കാണ് മാറ്റിയത്. അവിടെ എയിംസിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം സോനം വാങ്ചുകിനെ പരിശോധിക്കുന്നുണ്ടെങ്കിലും ഭക്ഷണവും ഒപ്പം ചികിത്സയും നിരസിക്കുന്ന സമീപനമാണ് സോനം വാങ്ചുക് സ്വീകരിച്ചിട്ടുള്ളത്. അത് ആരോഗ്യനില മോശമാക്കുമെന്ന റിപ്പോർട്ട് ഇതിനോടകം തന്നെ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കിയിട്ടുണ്ട്. സോനം വാങ്ചുക് ആശുപത്രിയിലും ഇത്തരത്തിൽ നിരാഹാര സമരവും ഒപ്പം ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായുള്ള നടപടികളും തുടരുകയാണ്. അതേസമയം ജന്തർ മന്ദിറിൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകൻ അഭിജിത്ത് ദീപ്കയും ഒപ്പം ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളും നിരാഹാര സമരം തുടരുകയാണ്. നാളെ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുമെന്ന ഈ BJP പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ മാർച്ച് പോലീസ് എവിടെ വെച്ച് തടയും, ഒപ്പം അതിന്റെ നടപടികൾ എന്തെല്ലാമായിരിക്കും എന്നുള്ളത് സംബന്ധിച്ച് നാളെ ഏറെ നിർണായകമാകും. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി, ഒപ്പം ഇന്നലെ അഭിജിത്ത് ദീപ്ക പ്രതികരിച്ചത് ഈ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജി കൂടി ആവശ്യപ്പെടുന്നു എന്ന പ്രതികരണം കൂടി ഇന്നലെ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയിരുന്നു. അത്തരത്തിൽ ജന്തർ മന്ദിറിൽ സമരം പുരോഗമിക്കുകയാണ്. അഭിജിത്ത് ദീപ്ക ഉൾപ്പെടെയുള്ളവർ നിരാഹാര സമരം നടത്തുന്നുണ്ട്. നാളെ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തും. അതിന് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തെ അനുകൂലിക്കുന്ന എല്ലാവരും ഈ മാർച്ചിലേക്ക് എത്തണം എന്ന ആഹ്വാനം അഭിജിത്ത് ദീപ്ക നടത്തിയിട്ടുണ്ട്. രാജേഷ്. ജിഷ്ണുവാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ കൈമാറിയത്. കാസർഗോഡ് ചീമേനിയിൽ ആണവ നിലയം പരിഗണിക്കുമെന്ന വൈദ്യുതി മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ കടുത്ത പ്രതിഷേധവുമായി ചീമേനി ആണവ വിരുദ്ധ ജനജാഗ്രതാ സമിതി. പദ്ധതിയിൽ നിന്നും പിന്മാറണമെന്നാവശ്യപ്പെട്ട് സമരസമിതി മന്ത്രിയെ കാണും. ചീമേനിയിൽ ആണവ നിലയം എന്ന പ്രസ്താവന വന്നതോടെ സമര പരിപാടികൾ തുടങ്ങുവാനുള്ള നീക്കത്തിലാണ് ജനജാഗ്രതാ സമിതി. ചീമേനിയിൽ ആണവ നിലയം എന്നതിലേക്ക് വൈദ്യുതി മന്ത്രി പോകുന്നത് കൃത്യമായ അജണ്ടകളുടെ അടിസ്ഥാനത്തിലെന്നും പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ ശക്തമായ ജനകീയ സമര പരിപാടികളിലൂടെ പദ്ധതിയെ തൂത്തുമാറ്റുമെന്നും ആണവ വിരുദ്ധ ജനജാഗ്രതാ സമിതി പറഞ്ഞു. LDF സർക്കാരിന്റെ കാലത്ത് 2023 ഇത് സംബന്ധിച്ച പ്രപ്പോസൽ വന്നപ്പോൾ തന്നെ ശക്തമായ സമര പ്രതിഷേധങ്ങൾ ചീമേനിയിൽ നടന്നിരുന്നു. കേരളത്തിലെ സർക്കാർ ആണവ നിലയവുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ ഒരു കാരണവശാലും ചീമേനിയിലെ ജനങ്ങൾ അത് അനുവദിക്കാൻ തയ്യാറല്ല. ഇതുവരെ കണ്ടതിനേക്കാൾ ശക്തമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികൾ, സമര പരിപാടികൾ നടത്തിക്കൊണ്ട് ഈ പദ്ധതിയെ, ഈ ചീമേനിയിൽ നിന്നും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നും ആണവ പദ്ധതിയെ തൂത്തുമാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ സമരസമിതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് പറയാനുള്ളത്. വൈദ്യുതി മന്ത്രി പറയുന്ന പ്രതിസന്ധി കേരളത്തിലുണ്ടെങ്കിൽ നിലവിലുള്ള 5 താപനിലയങ്ങൾ പ്രവർത്തിപ്പിക്കണം. ഇവ പ്രവർത്തിപ്പിക്കാത്തതിനാൽ സർക്കാർ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന് കോടിക്കണക്കിന് രൂപ ഫൈൻ നൽകുകയാണ്. ഈ ഒരു താപനിലയം പോലും ഇന്ന് പ്രവർത്തനക്ഷമമല്ല. അതിൻ്റെ പേരിൽ, അതായത് ഇത് പ്രവർത്തിപ്പിക്കാത്തതിൻ്റെ പേരിൽ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന് സംസ്ഥാന സർക്കാർ ഓരോ വർഷവും കോടിക്കണക്കിന് രൂപ പിഴ ഇനത്തിൽ നൽകുകയാണ്. അത് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണം എടുത്തുകൊണ്ടാണ് നൽകുന്നത്. കേരളത്തിൽ മന്ത്രി പറയുന്ന അല്ലെങ്കിൽ KSEB പറയുന്ന ഒരു വൈദ്യുതി പ്രതിസന്ധി ഉണ്ടെങ്കിൽ നിലവിലുള്ള ഈ താപനിലയങ്ങൾ പ്രവർത്തിപ്പിച്ചിട്ട് ആ വൈദ്യുതി പ്രതിസന്ധി
പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ചീമേനിയിൽ ആണവ നിലയം പരിഗണിക്കുമെന്ന വൈദ്യുതി മന്ത്രിയുടെ പ്രസ്താവന ആശങ്ക ഉയർത്തിയ സാഹചര്യത്തിൽ MLA-മാർ, MP, മന്ത്രിമാർ എന്നിവരെ നേരിൽ കണ്ട് പ്രതിഷേധം അറിയിക്കുവാനാണ് സമരസമിതിയുടെ തീരുമാനം. അമൃത ന്യൂസ്, കാസർഗോഡ്. ജോർദാനിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെ അതിശക്തമായ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം. 2 US സൈനികർ കൊല്ലപ്പെട്ടു, ഒരു സൈനികനെ കാണാതായി. 4 പേർക്ക് പരിക്കേറ്റു. യുദ്ധം ആരംഭിച്ചതിന് ശേഷം കൊല്ലപ്പെട്ട US സൈനികരുടെ എണ്ണം 16ആയി. മിസൈൽ ആക്രമണത്തിൽ US യുദ്ധവിമാനങ്ങളും ഇന്ധനം നിറയ്ക്കുന്ന ടാങ്കറുകളും തകർത്തതായി ഇറാൻ അവകാശപ്പെട്ടു. എന്നാൽ US ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. സംഘർഷം അവസാനിപ്പിക്കണമെന്ന് UAE ആവശ്യപ്പെട്ടു. അതേസമയം US-ന്റെ മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്തെത്തി. മേഖലയിൽ US-ന് സമാധാനത്തോടെ കഴിയാനാകില്ല എന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. വ്യാജമരുന്ന് നൽകി വീട്ടമ്മയുടെ ജീവൻ അപായപ്പെടുത്താൻ ശ്രമിച്ചതായി ആരോപണം. പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശിനി രമണി മോഹനാണ് തട്ടിപ്പിന് ഇരയായത്. മലേഷ്യയിൽ നിന്നും കടത്തിയ വ്യാജ സ്റ്റെം സെൽ മരുന്ന് നൽകി 25,000 രൂപ തട്ടിയെടുത്തതായി കുടുംബം പരാതി പറയുന്നു. സംഭവത്തിൽ മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകിയിട്ടുമുണ്ട്. ഞാൻ ദിവ സീക്രട്ട് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ മരുന്നാണ് കഴിച്ചത്. മലേഷ്യയിൽ നിന്നും കൊണ്ടുവന്ന വിനോദ് KP എന്ന് പറയുന്ന ഒരു വ്യക്തി, ജയരാജ്, മലപ്പുറത്തുള്ള ജയരാജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും കൂടെ കൂട്ടിക്കൊണ്ട് ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് ജയരാജ് ആണ് ഈ പ്രോഡക്റ്റ് എനിക്ക് തരുന്നത്. അത് ഗവൺമെന്റിന്റെ ലൈസൻസോടുകൂടിയാണെന്നും പറഞ്ഞു, GST ഒക്കെ അടയ്ക്കുന്ന പ്രോഡക്റ്റ് ആണെന്നും പറഞ്ഞാണ് തന്നത്. അദ്ദേഹത്തിന് ഡയബറ്റിക്കിന്റെ അസുഖം ഉണ്ടായിരുന്നു. 6 മാസം കഴിച്ചപ്പോഴേക്കും ഡയബറ്റിക് പൂർണ്ണമായിട്ടും മാറി. പ്രമേഹം 6 മാസം കൊണ്ട് പൂർണ്ണമായും ഭേദമാക്കാമെന്ന് വിശ്വസിപ്പിച്ചാണ് മലപ്പുറം സ്വദേശിയായ ജയരാജ് PB എന്ന വ്യക്തി വീട്ടമ്മയെ കൊണ്ട് DVS എന്ന് പേരിട്ടിരിക്കുന്ന സ്റ്റെം സെൽ തെറാപ്പി മരുന്ന് വാങ്ങിപ്പിച്ചത് എന്നാണ് ആരോപണം. ഇത് വിശ്വസിപ്പിക്കാനായി പ്രമേഹം മാറിയെന്ന തരത്തിലുള്ള വ്യാജ ലാബ് സർട്ടിഫിക്കറ്റുകൾ കാണിച്ചതായും ഗവൺമെന്റ് അംഗീകാരമുള്ള മരുന്നാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് 25,000 രൂപ തട്ടിയെടുത്തതായും കുടുംബം ആരോപിക്കുന്നു. എന്റെ 25,000 രൂപയുടെ പ്രോഡക്റ്റാണ് ഞാൻ മേടിച്ച് ഉപയോഗിച്ചത്. സർക്കാരിന്റെ അംഗീകാരമുള്ള മരുന്നാണെന്നും പറഞ്ഞു. അതുപോലെ തന്നെ ഡോക്ടറാണെന്ന് പറഞ്ഞു. അങ്ങനെ പല പല കള്ളത്തരങ്ങളാണ് പറഞ്ഞത്. അയാൾ എന്നോട് പറഞ്ഞത് ഞാൻ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം ഒക്കെ പ്രോഡക്റ്റുകൾ ധാരാളം ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. അവർക്കെല്ലാം നല്ല റിസൾട്ടാണ്. എന്റെ ഈ റിസൾട്ട് കാണിച്ചാണ് ഞാൻ അവരെ എല്ലാം ഇതിനകത്ത് ഇറക്കിയേക്കുന്നതെന്ന് പറഞ്ഞു. ആയുഷ് മന്ത്രാലയത്തിന്റെ ഡോക്ടറാണ്, സീനിയർ കൺസൾട്ടന്റ് ആണ് എന്നാണ് ആദ്യം എന്നോട് പറയുന്നത്. മരുന്ന് കഴിച്ച് ഏതാനും ദിവസങ്ങൾക്കകം തന്നെ രമണി മോഹന് കടുത്ത ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു. കാഴ്ചശക്തിക്ക് ഗുരുതരമായ മങ്ങൽ അനുഭവപ്പെടുകയും ഷുഗർ ലെവൽ അപകടകരമായ രീതിയിൽ ഉയരുകയും ചെയ്തു. 3 മാസം കഴിച്ചാൽ പോരാ, 6 മാസം കഴിക്കണം. അപ്പോൾ 3 മാസം കഴിച്ചപ്പോൾ ഒരു 10, 5, 8, 9 വോട്ട് ചെയ്തപ്പോഴേ ഒരു വല്ലാത്ത വല്ലാഴിയും കാഴ്ചക്കുറവും വന്നപ്പോൾ അത് പറഞ്ഞത് 6 മാസം കഴിച്ചാലേ ഒക്കത്തുള്ളൂ. ഇതൊക്കെ ഡൗൺ ആയി. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞത്, അപ്പം ഡോക്ടർ ഈ മരുന്ന് കഴിച്ച കാര്യം പറഞ്ഞില്ല. കണ്ണിന് പ്രശ്നമുണ്ട്, നീർക്കെട്ടാണ്, അത് കണ്ണിന് ഞരമ്പിന് പ്രശ്നം, അതുകൊണ്ട് ഞരമ്പിനുള്ള ഇഞ്ചക്ഷൻ ചെയ്തേ പറ്റുള്ളൂ. അതിന് ഷുഗർ കുറച്ചിട്ട് ചെല്ലാൻ പറയും. ഇപ്പം ഷുഗറുണ്ട്, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക, ഷുഗറുണ്ട്. മരുന്ന് കഴിച്ചിട്ട് അതിന് ഷുഗർ കുറച്ചിട്ട് ചെല്ലുകയാണെങ്കിൽ നമുക്ക് ഇത് ചെയ്യാം. ഇത് കണ്ണിന് കാഴ്ച വരെ നഷ്ടപ്പെടുന്ന നിങ്ങൾ ഉദ്ദേശിക്കുന്നവരൊന്നും അല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞില്ല ഞാൻ പ്രോഡക്റ്റ് കഴിച്ചത്. ഡ്രഗ് കൺട്രോൾ ബോർഡിന്റെയോ ആരോഗ്യവകുപ്പിന്റെയോ യാതൊരുവിധ നിയമപരമായ അനുമതിയുമില്ലാതെ മലേഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് കള്ളക്കടത്തായി എത്തിക്കുന്ന വ്യാജ മരുന്നാണിതെന്ന് പരാതിക്കാർ ആരോപിക്കുന്നു. കൂടാതെ പരാതിക്കാരിയുടെ പേര് ദുരുപയോഗം ചെയ്ത് നാട്ടിലെ മറ്റു പലരിൽ നിന്നും മണി ചെയിൻ മാതൃകയിൽ ഇയാൾ പണം തട്ടിയതായും ആക്ഷേപമുണ്ട്. പൊതുജനങ്ങളെ വഞ്ചിക്കുന്ന ജയരാജിനെതിരെ അന്വേഷണം നടത്തി നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് വീട്ടമ്മയുടെ ആവശ്യം. സംഭവത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി, ആരോഗ്യവകുപ്പ് മന്ത്രി, പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി, കോയിപ്പുറം പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ വീട്ടമ്മ പരാതി നൽകി കഴിഞ്ഞു. അമൃത ന്യൂസ്, പത്തനംതിട്ട. സംസ്ഥാനത്തെ ഫുഡ്വെയർ നിർമ്മാണ മേഖലയ്ക്ക് പുത്തൻ ഉണർവേകി കോഴിക്കോട് ഫുഡ്വെയർ എക്സ്പോയ്ക്ക് തുടക്കമായി. ഫുഡ്വെയർ മേഖലയിലെ പുതിയ സാധ്യതകളും സാങ്കേതിക വിദ്യയും പരിചയപ്പെടുത്തുന്ന എക്സ്പോയിൽ പ്രമുഖ ഫുഡ്വെയർ മെറ്റീരിയൽ നിർമ്മാതാക്കളുടെയും ഡീലർമാരുടെയും സ്റ്റാളുകളാണ് ഒരുക്കിയിരിക്കുന്നത്. കോഴിക്കോട് രാവിഷ് കടവ് റിസോർട്ടിലാണ് എക്സ്പോ. 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാനത്ത് വീണ്ടും ഒരു ഫുഡ്വെയർ മെറ്റീരിയൽ എക്സ്പോ നടക്കുന്നത്. ഫുഡ്വെയർ ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ, ഫുഡ്വെയർ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ, സിഫി തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിൽ കോഴിക്കോട് രാവിഷ് കടവ് റിസോർട്ടിലാണ് എക്സ്പോ. സംസ്ഥാനത്തെ ചെരുപ്പ് നിർമ്മാണ മേഖലയ്ക്ക് പുത്തൻ ഉണർവേകുകയെന്നതാണ് എക്സ്പോ ലക്ഷ്യമിടുന്നതെന്ന് ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ VK റസാഖ് പറഞ്ഞു. കോഴിക്കോട് ഈ ഫുഡ്വെയറിന്റെ ഒരു ക്ലസ്റ്ററായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ ഈ എക്സ്പോകളാണ്. അപ്പോൾ ഇടക്കാലത്ത് നമുക്കറിയാം വലിയ കുറേ പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നുപോയി. നമുക്ക് GSTയിലുള്ള പ്രശ്നം വന്നു, ഡിമോണറ്റൈസേഷൻ വന്നു, തുടർച്ചയായിട്ടുള്ള 2 ഫ്ലഡ് വന്നു, അതേപോലെ 2 കോവിഡ് നമ്മൾ നേരിട്ടു. അപ്പോൾ അതിനുശേഷം വ്യവസായം കുറച്ച് തളർച്ചയിലാണ് പോകുന്നത്. മുമ്പുണ്ടായിരുന്ന വ്യവസായങ്ങളൊക്കെ കുറച്ച് പിറകോട്ട് പോയിട്ടുണ്ട്. അപ്പം ആ ഒരു പഴയ ഉണർവ് തിരിച്ചു കൊണ്ടുവരാനും
ഇപ്പോൾ ഈ ഫുട്വെയർ രംഗത്തുള്ള പുതിയ ടെക്നോളജികൾ, പുതിയ മെറ്റീരിയൽ, ഈ എക്സിബിഷൻ എന്ന് പറയുന്നത് മെറ്റീരിയലും കോമ്പണൻസും മാത്രമാണ്. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള പുതിയ മെറ്റീരിയലുകളും കോമ്പണൻസുകളും വ്യവസായികൾക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ എക്സ്പോ സംഘടിപ്പിച്ചിട്ടുള്ളത്. രാജ്യത്തിനകത്തു നിന്നും പുറത്തുനിന്നുമായി 100-ലധികം പ്രമുഖ ഫുഡ്വെയർ മെറ്റീരിയൽ, റോ മെറ്റീരിയൽ തുടങ്ങിയ സ്റ്റാളുകളാണ് എക്സ്പോയിലുള്ളത്. 3D ചെരുപ്പ് നിർമ്മാണത്തിലെ സാധ്യത പരിചയപ്പെടുത്തുന്നതും പ്രദർശനത്തിലെ മുഖ്യ ആകർഷണമാണ്. FDDC പ്രസിഡന്റ് VKC മുഹമ്മദ് കോയയുടെ അധ്യക്ഷതയിൽ PA മുഹമ്മദ് റിയാസ് MLA എക്സ്പോ ഉദ്ഘാടനം നിർവഹിച്ചു. ഡയറക്ടറി ലോഞ്ചിംഗ് കൊണ്ടോട്ടി MLA TP അഷറഫ് അലി നിർവഹിച്ചു. DAC കോഴിക്കോട് മാനേജർ ഗിരീഷ് ഐ, ഇഫ്കോമ പ്രസിഡന്റ് സഞ്ജയ് ഗുപ്ത, സിഫി കേരള ചാപ്റ്റർ ചെയർമാൻ സുനിൽ ദേവി, ഓൾ ഇന്ത്യ MSME ഫുഡ്വെയർ കൗൺസിൽ ജനറൽ സെക്രട്ടറി ധർമ്മേന്ദ്രനാ ലോല, മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് നിത്യാനന്ദ കമ്മത്ത്, KSSIA കോഴിക്കോട് പ്രസിഡന്റ് ഇസാക്ക് കളത്തിങ്കൽ, CMA പ്രസിഡന്റ് ശ്രീനാഥ് മുച്ചിലോട്ട് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. അമൃത ന്യൂസ്, കോഴിക്കോട്. ഡൽഹിയിൽ നടക്കുന്ന ഇന്ത്യ ഇന്റർനാഷണൽ ഫുഡ്വെയർ ഫെസ്റ്റ് 2026 കുറിച്ച് കേരളത്തിലെ ഫുഡ്വെയർ സംരംഭകർക്കിടയിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് കേരള ഔട്ട്റീച്ച് പ്രോഗ്രാം സംഘടിപ്പിച്ചു. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഫുഡ്വെയർ ഇൻഡസ്ട്രീസ് ഇന്ത്യ ട്രേഡ് പ്രൊമോഷൻ ഓർഗനൈസേഷനുമായി സഹകരിച്ചാണ് IIFF സംഘടിപ്പിക്കുന്നത്. സംരംഭകർക്ക് ഫുഡ്വെയർ ഉൽപ്പന്നങ്ങളും യന്ത്ര സംവിധാനങ്ങളുമെല്ലാം പ്രദർശിപ്പിക്കാനുള്ള വേദിയാണ് ഓഗസ്റ്റ് 6, 7, 8 തീയതികളിൽ ഡൽഹിയിൽ നടക്കുന്ന 10ാമത് ഇന്ത്യ ഇന്റർനാഷണൽ ഫുഡ്വെയർ ഫെയർ. ഇന്ത്യയിലെ ഫുഡ്വെയർ മേഖലയുടെ വളർച്ചാ സാധ്യതയും നൂതന ആശയങ്ങളും IIFF 2026 ഈ മേഖലയുടെ പങ്കാളിത്തത്തിന് പ്രാധാന്യവും ചർച്ച ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കോഴിക്കോട് കേരള ഔട്ട്റീച്ച് പ്രോഗ്രാം സംഘടിപ്പിച്ചത്. 200-ലധികം സംരംഭകരാണ് ഫെയറിൽ പങ്കെടുക്കുക. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഫുഡ്വെയർ ഇൻഡസ്ട്രീസ് ഇന്ത്യ ട്രേഡ് പ്രൊമോഷൻ ഓർഗനൈസേഷനുമായി സഹകരിച്ചാണ് IIFF സംഘടിപ്പിക്കുന്നത്. So there will be more than 250 exhibitors from throughout India and even some exhibitors from abroad, especially from China, Thailand and Vietnam. And then we are expecting 15,000 plus business visitors. This is a B2B exhibition. ഫുഡ്വെയർ മേഖലയിലെ പുതിയ മാറ്റങ്ങൾ സംരംഭകരിലേക്ക് എത്തിക്കുക എന്ന ആശയമാണ് ഇതിന് പിന്നിൽ. ഈ ഫീൽഡിൽ നടക്കുന്ന പുതിയ ചേഞ്ചസുകൾ ഇൻഡസ്ട്രീസിനെ അറിയിക്കാനും ഇപ്പം ഒരുപാട് കൊളാബറേഷനും ഓപ്പർച്യൂണിറ്റിയും ഇന്ത്യക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഇപ്പം പുതുതായിട്ട് വന്നിട്ടുണ്ട്. എസ്പെഷ്യലി FTA എല്ലാം വന്നപ്പോൾ യൂറോപ്പിലേക്കും UK മറ്റു പല രാജ്യങ്ങളിലേക്കും ഡ്യൂട്ടി ഒഴിവാക്കി എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഈ ആളുകളുടെ കസ്റ്റമറുടെ ആവശ്യങ്ങൾ പെട്ടെന്ന് പുതിയ ടെക്നോളജിയും പുതിയ ഡിസൈനും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഉള്ള ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ ഇൻഡസ്ട്രിയിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഗവൺമെൻറ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. CIFI മാനേജിംഗ് കമ്മിറ്റി മെമ്പർ V റസാഖ്, CIFI കേരള ചാപ്റ്റർ ചെയർമാൻ സുനിൽനാഥ് ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, കോഴിക്കോട്. നീറ്റ് പരീക്ഷയിൽ ചരിത്ര വിജയം ആവർത്തിച്ച കേരളത്തിലെ ഏറ്റവും വലിയ എഡ്ടെക് പ്ലാറ്റ്ഫോമായ സൈലം ലേണിംഗ്. കോഴിക്കോട് സൈലം ഹൈബ്രിഡ് ക്യാമ്പസിലുള്ള വിദ്യാർത്ഥികൾ ഇത്തവണ തിളക്കമാർന്ന വിജയമാണ് സ്വന്തമാക്കിയത്. സൈലത്തിൽ നിന്നുള്ള നിരവധി കുട്ടികളാണ് മികച്ച സ്കോറോടെ രാജ്യത്തെ വിവിധ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ ഉറപ്പിച്ചിട്ടുള്ളത്. നീറ്റ് 2027 റിപ്പീറ്റർ, റിപ്പീറ്റർ ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ സൈലത്തിൽ തുടരുകയാണ്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യയ്ക്ക് ഇന്ന് തുടക്കമാകും. ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ദേവസ്വം മന്ത്രി K മുരളീധരൻ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഇതുവരെ 502 വള്ളസദ്യകളാണ് ഭക്തർ ബുക്ക് ചെയ്തിട്ടുള്ളത്. സെപ്റ്റംബർ 16 വരെ നീളുന്ന വള്ളസദ്യയിൽ ഇടക്കുളം മുതൽ ചെന്നിത്തല വരെയുള്ള 52 കരകളിലെ പള്ളിയോടങ്ങൾ വഴിപാട് അനുസരിച്ച് ഓരോ ദിവസങ്ങളിലായി പങ്കെടുക്കും. ഓൺലൈൻ വഴിയും അല്ലാതെയും ലഭ്യമാക്കുന്ന സ്പെഷ്യൽ പാസുകൾ മുഖേന വഴിപാടുകാരല്ലാത്ത ഭക്തർക്കും വള്ളസദ്യയിൽ പങ്കുചേരാവുന്നതാണ്. കർക്കിടക ചികിത്സയിൽ പ്രധാനമാണ് പഞ്ചകർമ്മ ചികിത്സ. ശാരീരിക ഉണർവിനും രോഗശാന്തിക്കും പഞ്ചകർമ്മ ചികിത്സയുടെ പങ്ക് വലുതാണ്. പ്രമുഖ ആയുർവേദ സ്ഥാപനമായ പങ്കജകസ്തൂരി ഗ്രൂപ്പ് സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ J ഹരീന്ദ്രൻ നായരുടെ വാക്കുകളിലേക്ക്.
കർക്കിടക മാസം ആയുർവേദ ചികിത്സയ്ക്ക് പ്രത്യേകിച്ചും ദോഷങ്ങൾ ഉത്ക്ലേശിച്ച് നിൽക്കുന്ന കാലഘട്ടമായതുകൊണ്ട് രോഗം ഉത്ക്ലേശിച്ച് നിൽക്കുന്ന ദോഷങ്ങളെ നിർഹരിച്ച് കളയാൻ സാധ്യത കൂടുതലുള്ള കാലഘട്ടമായതിനാൽ ആയുർവേദ ചികിത്സയ്ക്ക് പ്രത്യേകിച്ചും പ്രാധാന്യം കൂടുന്നു. ഈ ആയുർവേദ ചികിത്സയിൽ പ്രത്യേകിച്ച് പഞ്ചകർമ്മ ചികിത്സ, എല്ലാവർക്കും അറിയാം പഞ്ചകർമ്മ ചികിത്സ. പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുമ്പോൾ 5 ചികിത്സാക്രമങ്ങളെയാണ് പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുന്നത്. ഒന്ന് നിരൂഹം, അതായത് കഷായവസ്തി. വേറൊന്ന് സ്നേഹവസ്തി. വേറൊന്ന് വമനം, ഛർദ്ദിപ്പിക്കൽ. വേറൊന്ന് വിരേചനം. വേറൊന്ന് നസ്യം. ഈ 5 ചികിത്സകളാണ് പഞ്ചകർമ്മ ചികിത്സയിൽ സാധാരണയായി ചെയ്തു വരുന്നത്. നമ്മുടെ ശരീരത്തിൽ പല സാഹചര്യങ്ങളാലും പ്രകൃതിയിൽ നിന്നും ആഹാരത്തിൽ നിന്നും പലതരത്തിലുള്ള ടോക്സിൻസ്, അലർജൻസ്, പല രോഗങ്ങൾക്ക് കാരണമാകുന്ന ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ അത് രോഗങ്ങൾക്ക് കാരണമാകുന്നു. അവകളെ ഡീടോക്സിഫൈ ചെയ്ത് കളയാൻ ഈ ശോധനം എന്ന് പറയുമ്പോൾ ഡീടോക്സിഫിക്കേഷനാണ്. ഇപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ വമനം, ഛർദ്ദിപ്പിക്കൽ എന്ന് പറയുമ്പോൾ പ്രത്യേകമായി തയ്യാറാക്കിയ മരുന്നുകൾ, അത് എണ്ണ പോലുള്ള പ്രയോഗങ്ങൾ, നെയ്യുകൾ ഒക്കെ കഴിപ്പിച്ച് ശരീരത്തിന് സ്നിഗ്ധത വരുത്തുക, ഒലിയേഷൻ എന്ന് പറയും. ശരീരത്തിനെ ഒന്ന് ഇളക്കി, കഫത്തെ ഇളക്കി, അത് കഴിഞ്ഞതിന് ശേഷം സ്നേഹനം, ദേഹത്ത് എണ്ണ തേച്ച്, അത് കഴിഞ്ഞാൽ സ്വേദനം, ഒന്ന് വിയർപ്പിച്ച്, അതിന് ശേഷം എല്ലാം കഴിഞ്ഞതിന് ശേഷം പാല്, മലം കാരയ്ക്ക, ഇങ്ങനെയുള്ള ഇന്തുപ്പ്, പിന്നെ ഓരോ രോഗാവസ്ഥയ്ക്കനുസരിച്ചിട്ടുള്ള മരുന്നുകൾ കൊടുത്ത് ഛർദ്ദിപ്പിക്കുന്ന രീതി. ഇതൊരു ഡീടോക്സിഫിക്കേഷൻ പ്രോസസ്സാണ്. അപ്പർ പാർട്ട് ഓഫ് ദ ബോഡി അതിലൂടെ ക്ലെൻസ്ഡ് ആകുന്നു, ക്ലീനിങ് ആകുന്നു, ശാരീരികമായ ദോഷങ്ങൾ പുറത്ത് കളയുന്നു എന്നാണ് ആ ചികിത്സയുടെ ഫലം. 2 വിരേചനം. ഇതുപോലെ തന്നെ മരുന്നുകൾ കൊടുത്ത്, നെയ്യ് പോലുള്ള മരുന്നുകൾ കൊടുത്ത് ഡോക്ടറുടെ വൈദ്യനിർദ്ദേശപ്രകാരം ഡോക്ടർ കണ്ട് തീരുമാനിക്കും ഇതിന് ഇന്ന മരുന്നിന് ഇന്ന കൊടുക്കണം, ആ തരത്തിൽ മരുന്ന് കൊടുത്ത് ശരീരത്തിന് അത് ആ ദോഷത്തെ ഉത്ക്ലേശിപ്പിച്ചിട്ട് ഇളക്കിക്കളയുന്ന, വയറിളക്കിക്കളയുന്ന ചികിത്സാ രീതി. അതിന് വിരേചനം എന്ന് പറയും. അത് ലോവർ പാർട്ട് ഓഫ് ദ ബോഡി ക്ലെൻസ്ഡ് ആകുമെന്നാണ്. വേറൊന്ന് നസ്യം, മൂക്കിലൂടെ മരുന്ന് പ്രത്യേക പാകത്തിൽ തയ്യാറാക്കുന്ന മരുന്നുകൾ മൂക്കിലൂടെ ഒഴിച്ച് സൈനസൈറ്റിസ് പോലുള്ള രോഗങ്ങൾക്ക് പ്രത്യേകിച്ച് ഊർധ്വജത്രു വികാരങ്ങളെന്നാണ്, കഴുത്തിന് മേലുള്ള രോഗം, കണ്ടത്തിന് മേലുള്ള രോഗങ്ങളൊക്കെ ശമിപ്പിക്കുന്ന ചികിത്സാ മാർഗം. അതിന് വമനം, ഇത് വൈദ്യ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാവൂ. പിന്നെ സ്നേഹവസ്തി, മെഡിക്കേറ്റഡ് എനിമ, ഓയിൽ എനിമ കൊടുക്കുന്ന രീതി. അത് ശരീരത്തിന് സ്നേഹനം, സ്വേദനം ഇവ ചെയ്തതിന് ശേഷം പ്രത്യേകിച്ചും അഭ്യംഗം, എണ്ണയിട്ട് തടവൽ, കിഴി, മരുന്നുകൾ പ്രത്യേക തരത്തിൽ തയ്യാറാക്കി കിഴി കെട്ടി ചെറു ചൂടുള്ള എണ്ണയിൽ മുക്കി ദേഹമാസകലം അപ്ലൈ ചെയ്യുന്ന രീതി, ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ചെയ്യുന്ന അത്തരം അഭ്യംഗം, പൊടിക്കിഴി, ഇലക്കിഴി, ഞവരക്കിഴി എന്നൊക്കെ പറയുന്ന പൂർവ്വകർമ്മങ്ങളായിട്ട് പറയാം. അങ്ങനെ ചെയ്തതിന് ശേഷം വസ്തിയിലാണ് ചികിത്സ അവസാനിപ്പിക്കുന്നത്. സ്നേഹവസ്തി എന്ന് പറയും, അതാണ് സ്നേഹവസ്തി. അത് എണ്ണ, അത് മാത്ര, അതിൻ്റെ എണ്ണയുടെ അളവ് ഡോക്ടർ നിർദ്ദേശിക്കും. പിന്നെ ഉള്ളത് കഷായവസ്തി. ഇതുപോലെ തന്നെ കഷായവസ്തി എന്ന് പറയുമ്പോൾ എണ്ണ, കഷായം, അതിൻ്റെ കൂടെ തേന്, ബാക്കി ഔഷധങ്ങൾ, അത് വൈദ്യനിർദ്ദേശപ്രകാരമുള്ള ഔഷധങ്ങൾ ചേർത്ത് എനിമ ചെയ്യുന്ന ഏകദേശം 1 ലിറ്ററോളം മരുന്ന് എനിമ ചെയ്യുന്ന രീതി, അതിന് കഷായവസ്തി എന്ന് പറയുന്നു. ഈ തരത്തിലുള്ള 5 പ്രയോഗങ്ങളെ പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുന്നു. ഇനി മറ്റു വാർത്തകൾ കൂടി നോക്കാം. കോഴിക്കോട് പാളയത്ത് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. 38-കാരനായ പാളയം സ്വദേശി ബിജുവിനെയാണ് ചോരയിൽ കുളിച്ച നിലയിൽ കണ്ടെത്തിയത്. വയറിനും കഴുത്തിനും മുറിവേറ്റ നിലയിലാണ് മൃതദേഹം കിടന്നിരുന്നത്. കൊലപാതകമാണെന്ന് സംശയമുണ്ടെന്ന് പോലീസ് അറിയിച്ചു. കോട്ടയത്ത് മദ്യലഹരിയിലുണ്ടായ വാക്ക് തർക്കത്തെ തുടർന്ന് യുവാവ് കുത്തേറ്റ് മരിച്ചു. പാമ്പാടി സ്വദേശി വിനീതാണ് മരിച്ചത്. 30 വയസ്സായിരുന്നു. ഇന്നലെ രാത്രി 11:30 കോട്ടയം സെൻട്രൽ ജംഗ്ഷനിലെ കേരള ബാങ്ക് ശാഖയ്ക്ക് മുന്നിലായിരുന്നു സംഭവം. മദ്യലഹരിയിലായിരുന്ന യുവാക്കൾ തമ്മിൽ തെരുവിൽ ഏറ്റുമുട്ടുകയായിരുന്നു. വാക്കേറ്റത്തെ തുടർന്ന് ശ്രീകാന്ത് കയ്യിൽ കരുതിയിരുന്ന മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് വിനീതിനെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഉടൻ തന്നെ വിനീതിനെ കോട്ടയം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കോഴിക്കോട് പന്തീരാങ്കാവിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ 24-കാരൻ പിടിയിൽ. മാവൂർ സ്വദേശി അഭിജിത്താണ് പിടിയിലായത്. പെൺകുട്ടിയെ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട പ്രതി മാവൂരിലെ വീട്ടിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നു. പെൺകുട്ടിയുടെ പരാതിയിൽ പന്തീരാങ്കാവ് പോലീസ് കേസെടുത്തു.
നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുവാൻ ഒരു മാസം ശേഷിക്കെ പുന്നമടയിലെ ഫിനിഷിംഗ് പോയിന്റിൻ്റെ അവസ്ഥ പരിതാപകരമാണ്. മേൽക്കൂര തകർന്നതിന് പുറമെ പുന്നമടയിലെ 2 സ്ഥിരം പവലിയനുകളും കാട് പിടിച്ച് നശിച്ചു കിടക്കുകയുമാണ്. അധികൃതർ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാറില്ല എന്നാണ് പരക്കെയുള്ള ആക്ഷേപം. നെഹ്റു ട്രോഫി ജലമേള നടക്കുന്ന പുന്നമടയിലെ 2 സ്ഥിര പവലിയനുകളുടെ അവസ്ഥയാണിത്. 1951 നെഹ്റുവിലൂടെ ഉദയം ചെയ്ത ജലമാമാങ്കം. 10,000 പുന്നമടയിലെ ഓളപ്പരപ്പിൽ നടക്കുന്ന വിസ്മയം കാണുവാൻ കാത്തിരിക്കുന്നയിടം. ടൂറിസം മേഖലയ്ക്ക് തന്നെ വലിയ പ്രാധാന്യമുള്ള പുന്നമടയിൽ പക്ഷേ നെഹ്റുവിനായി പണിതീർത്ത പവലയിൻ കാട് പിടിച്ച് നശിക്കുകയാണ്. നെഹ്റുവിന്റെ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അതിനും വേണ്ട സംരക്ഷണമൊരുക്കുവാൻ അധികൃതർക്ക് കഴിയുന്നില്ല. കായലിന് നടുവിലായതിനാൽ തന്നെ മദ്യപാനികളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും കേന്ദ്രമായി ഇവിടെ മാറി. പുന്നമട ഫിനിഷിംഗ് പോയിന്റിലെ മറ്റൊരു സ്ഥിരം പവലയിന്റെ അവസ്ഥയും വ്യത്യസ്തമല്ല. കാണികൾക്കിരിക്കാനായി നിർമ്മിച്ച ഈ പവലയിന്റെ മേൽക്കൂര തകർന്ന നിലയിലാണ്. വിനോദസഞ്ചാരികളെ കയറ്റുവാൻ ഹൗസ് ബോട്ടുകൾ എത്തുന്ന ഇവിടെ കൽക്കെട്ടുകളെല്ലാം തകർന്നു കിടക്കുകയാണ്. വിനോദസഞ്ചാരികളും ഭീതിയോടെയാണ് ഇതുവഴി കടന്നുപോകുന്നത്. ഹൗസ് ബോട്ടുകൾ കെട്ടുന്നതിന് നിശ്ചിതമായ വാടക ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന് ബോട്ടുടമകൾ നൽകുന്നുണ്ട്. എങ്കിലും ടൂറിസം മേഖലയെ ശക്തിപ്പെടുത്തുവാൻ അധികൃതരുടെ ഭാഗത്തു നിന്ന് വേണ്ട ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. നെഹ്റു ട്രോഫി വള്ളംകളി കഴിയുന്നതോടെ ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല എന്നാണ് പൊതുവെയുള്ള ആക്ഷേപം. ജലമേള നടക്കുമ്പോൾ ആളും ആരവവും അർത്ഥവും എല്ലാം ഉണ്ട്. പക്ഷേ ജലമേള കഴിഞ്ഞാലോ ആരും തന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. ടൂറിസം മേഖലയ്ക്ക് കരുത്താകേണ്ടുന്ന പുന്നമടയുടെ ദുരവസ്ഥയാണിത്. ആലപ്പുഴയിൽ നിന്നും ആരാധർശനൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്. കാലാവസ്ഥാ വ്യതിയാനവും വന്യമൃഗശല്യവും കൊണ്ട് പ്രതിസന്ധിയിലാണ് ഇടുക്കി കാന്തല്ലൂരിലെ ശീതകാല പച്ചക്കറി കർഷകർ. കൃഷി വകുപ്പിൻ്റെ അനാസ്ഥയും ഇവർക്ക് തിരിച്ചടിയാകുകയാണ്. ശീതകാല പച്ചക്കറി ഗ്രാമമാണ് ഇടുക്കിയിലെ കാന്തല്ലൂരും വട്ടവടയും. എന്നാൽ ഇന്ന് കാന്തല്ലൂരിലെ കർഷകർ പച്ചക്കറി കൃഷിയിൽ നിന്ന് പിൻവാങ്ങുകയാണ്. കാലാവസ്ഥാ വ്യതിയാനവും വന്യമൃഗശല്യവുമാണ് പ്രധാന വെല്ലുവിളികൾ. കർഷകരെ സഹായിക്കാൻ രൂപം കൊടുത്ത വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൗൺസിലിന്റെ പ്രവർത്തനം നിലച്ചിട്ട് കാലങ്ങളായി. കഴിഞ്ഞ ഓണക്കാലത്ത് സംഭരിച്ച പച്ചക്കറിയുടെ വില പോലും ഹോർട്ടികോർപ്പ് ഇതുവരെ കർഷകർക്ക് നൽകിയിട്ടില്ല. സർക്കാർ സഹായം ഒന്നും കിട്ടില്ല. ഞങ്ങൾക്ക് ഒരു കൊല്ലത്തിൽ ഈ കൃഷി മാത്രമേ ഇടുള്ളൂ. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ആനശല്യം, മയിൽ, കുരങ്ങ്, മാനൊക്കെ മൊത്തം എല്ലാം ഒന്ന് നശിപ്പിച്ചിട്ട് പോകുമോ. ഇത് ഒരു കൃഷി മാത്രമേ ഞങ്ങൾ ഇടുള്ളൂ. ഒരു കൊല്ലത്തിൽ ഒരു കൃഷി മാത്രമേ ഇടുള്ളൂ. ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ വിറ്റഴിക്കാൻ മാർഗമില്ല. ഇടനിലക്കാർ വഴി തമിഴ്നാട്ടിലെത്തിച്ചാണ് വിൽപ്പന. അതിനാൽ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭിക്കാറില്ല. പ്രതിസന്ധികൾ തരണം ചെയ്യാൻ കഴിയാതെ പലരും കൃഷി തന്നെ ഉപേക്ഷിക്കുകയാണ്. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. മലയാള ഭാഷയുടെ ചരിത്രം വിവരിക്കുന്ന കോട്ടയത്തെ അക്ഷര മ്യൂസിയം ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉൾപ്പെടുത്തി നിർമ്മിച്ച മ്യൂസിയം വിശേഷങ്ങൾ ഇന്നത്തെ സെൻട്രൽ മാഗസിനിൽ കാണാം. നമസ്കാരം. സെൻട്രൽ മാഗസിനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അക്ഷരങ്ങൾ എവിടെ നിന്ന് വന്നു? എവിടേക്കാണ് അക്ഷരങ്ങളുടെ യാത്ര? അതായത് അക്ഷരങ്ങളുടെ കഥ എന്താണ്? ഇതറിയണമെങ്കിൽ നിങ്ങൾ കോട്ടയത്തേക്ക് വന്നോളൂ. കോട്ടയം അക്ഷരനഗരിയാണ്, അതറിയാമല്ലോ അല്ലേ? ഈ അക്ഷരനഗരിയിൽ നാട്ടകത്ത് ഒരു അക്ഷര മ്യൂസിയമുണ്ട്. ചെറിയ മ്യൂസിയമല്ല, അല്പം വലിയ മ്യൂസിയമാണ്. 15,000 ചതുരശ്ര അടി വലിപ്പത്തിലാണ് അക്ഷരങ്ങളുടെ കഥ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് അക്ഷരങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഈ മ്യൂസിയം നിങ്ങളെ തൃപ്തിപ്പെടുത്തും. മറിയപ്പള്ളിയിൽ MC റോഡിൽ സാഹിത്യപ്രവർത്തക സഹകരണ സംഘത്തിന്റെ ഉടമസ്ഥതയിലുള്ള 4 ഏക്കർ സ്ഥലത്താണ് മലയാള ഭാഷയുടെ ചരിത്രം വിവരിക്കുന്ന അക്ഷരം മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉൾപ്പെടുത്തി 15,000 ചതുരശ്ര അടിയിലാണ് മ്യൂസിയം നിർമ്മിച്ചിരിക്കുന്നത്. അക്ഷരം മ്യൂസിയത്തിന്റെ ആദ്യഘട്ടമാണ് നിലവിൽ പൊതുജനങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നത്. ഒരു പ്രാദേശിക ഭാഷയെയും ലിപിയെയും അടിസ്ഥാനമാക്കി ഇങ്ങനെ സമഗ്രമായ ഒരു ദൃശ്യവൽക്കരണം അല്ലെങ്കിൽ ഒരു വൈജ്ഞാനികവൽക്കരണം ഇതിനു മുമ്പ് ഒരു സ്ഥലത്തും നടന്നിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റിയല്ല. അപ്പോൾ ഇത്
പിന്നെ SPCSൻ്റെ നേതൃത്വത്തിലാണ് ഈ അക്ഷരം മ്യൂസിയം സാധ്യമാക്കിയിരിക്കുന്നത്. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ സ്ഥാപക പ്രസിഡന്റ് കാരൂർ നീലകണ്ഠപിള്ളയുടെ അർദ്ധകായ പ്രതിമയ്ക്ക് മുന്നിൽ നിന്നാണ് അക്ഷര മ്യൂസിയത്തിലെ പര്യടനം ആരംഭിക്കുന്നത്. പ്രധാന വാതിലിലൂടെ കടന്നു ചെല്ലുന്നിടത്ത് അക്ഷര മ്യൂസിയത്തിന്റെ ലോഗോ കാണാൻ കഴിയും. പച്ച തെങ്ങോലയിൽ മെടഞ്ഞുണ്ടാക്കിയ പനന്തത്തയുടെ മാതൃകയിലാണ് ലോഗോ തയ്യാറാക്കിയിരിക്കുന്നത്. അക്ഷര മ്യൂസിയത്തിൻ്റെ ലോഗോയാണ് നമ്മൾ പിന്നിൽ കാണുന്ന ഈ തത്ത. കുരുത്തോല കൊണ്ട് കെട്ടിയുണ്ടാക്കിയ തത്ത. മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും പ്രതീകമായാണ് തത്ത നമുക്ക് പിന്നിൽ നിൽക്കുന്നത്. ഭാഷയുടെ ഉൽപ്പത്തി മുതൽ മലയാള ഭാഷയുടെ സമകാലിക മുഖം വരെ അടയാളപ്പെടുത്തുന്ന 4 ഗ്യാലറികളാണ് അക്ഷര മ്യൂസിയത്തിൽ കാണാൻ കഴിയുക. മനുഷ്യഭാഷയുടെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട വീഡിയോ പ്രൊജക്ഷൻ, വാമൊഴി പാരമ്പര്യം, ഗുഹാചിത്രങ്ങൾ, ചിത്രലിഖിതങ്ങൾ എന്നിവയുടെ വിശദാംശങ്ങളാണ് 1-ാം ഗ്യാലറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നാളിതുവരെയുള്ള നമ്മുടെ ഭാഷയെ സംബന്ധിക്കുന്ന ഒരു സമഗ്രമായ അടയാളമാണ്, അല്ലെങ്കിൽ വ്യക്തമാക്കുന്ന എല്ലാ രേഖകളും അടങ്ങുന്നതാണ്, എല്ലാ ദൃശ്യങ്ങളും അടങ്ങുന്നതാണ് ഇതിൻ്റെ ഒരു ഭാഗം. സംസ്ഥാനത്തെ 36 ഭാഷകൾ കേട്ട് വ്യത്യാസം തിരിച്ചറിയാം. ലോകത്തിലെ 6000-ഓളം ഭാഷകൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. ലോകഭാഷാ ഗ്യാലറിയിലേക്ക് പോകുന്ന ഇടനാഴിയിൽ അക്ഷരപരിണാമ ചാർട്ടുകളുടെ പ്രദർശനവും. മനുഷ്യൻ ശബ്ദം കൊണ്ടുള്ള ആശയവിനിമയത്തിൽ നിന്നും ലിഖിതങ്ങളായ ആശയവിനിമയത്തിലേക്ക് കടക്കുന്നത് വരകളിലൂടെയായിരുന്നു. ഇത്തരത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടവയിൽ പിന്നീട് ഏറെ ശ്രദ്ധിക്കപ്പെട്ടതും ഇപ്പോഴും സംരക്ഷിച്ചു പോരുന്നവയുമായ ഗുഹാചിത്രങ്ങളുടെ മാതൃകകളാണ് ഇവ. എടയ്ക്കൽ, മറയൂർ എന്നിവിടങ്ങളിലെ ഗുഹാചിത്രങ്ങളുടെ മാതൃകകളും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവയുടെ മാതൃകകളും ഇക്കൂട്ടത്തിൽ കാണാം. ഇവിടുത്തെ ആ ഡിസ്പ്ലേ ചെയ്ത വേ ആയാലും പിന്നെ അവർ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കിയ രീതി ആയാലും ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ കളക്റ്റീവ്, ഈ SPCS എന്ന് പറഞ്ഞാൽ കളക്റ്റീവിന് ഇനീഷ്യേറ്റീവ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ലിപി പരിണാമത്തിന്റെ ചരിത്രമാണ് 2-ാം ഗ്യാലറിയിൽ. ഗുഹാചിത്രങ്ങളുടെ മാതൃകകൾക്കൊപ്പം അവയെക്കുറിച്ചുള്ള വിവരണങ്ങളും ഇംഗ്ലീഷിലും മലയാളത്തിലുമായി നൽകിയിട്ടുണ്ട്. വിവരണങ്ങൾക്കൊപ്പം നൽകിയിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്താൽ ചിത്രങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ വിവരങ്ങളും ലഭ്യമാകും. ഇതിനൊപ്പം സ്ക്രീനുകളിലും ഈ ചിത്രങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളും വീഡിയോകളും കാഴ്ചക്കാർക്കായി ഒരുക്കിയിട്ടുണ്ട്. വരകളിൽ നിന്നും എഴുത്തിലേക്ക് ഭാഷ വികസിച്ചപ്പോൾ അതിനായി വിവിധ പ്രതലങ്ങൾ മനുഷ്യൻ കണ്ടെത്തി. അതിൽ കളിമൺ പ്രതലങ്ങളും കല്ലുകളും തടികളും തുണികളും മൃഗങ്ങളുടെ അസ്ഥികളും മൃഗത്തോലുകളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ലോഹത്തടികളും താളിയോലകളുമൊക്കെ ഇതിന്റെ ഭാഗമായി. കല്ലുകളിലെ ലിഖിതങ്ങളുടെ മാതൃകകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പെരുമ്പാവൂർ വീരക്കല്ല് ലിഖിതം പോലുള്ളവ ഭാഷാ ചരിത്രാന്വേഷികൾക്ക് ഏറെ കൗതുകവും ഒപ്പം അറിവും പകരുന്നവയാണ്. ചെമ്പേടുകൾ എന്നറിയപ്പെടുന്ന ചെമ്പു തകിടുകളിൽ രേഖപ്പെടുത്തപ്പെട്ട ഉത്തരവുകളുടെയും ശാസനകളുടെയും മാതൃകകളും ഇവിടെ കാണാം. ആർത്താറ്റ് പടയോല, വെള്ളിമുറ്റം ചെമ്പോല, വാഴപ്പള്ളി ശാസനം, ജൂതശാസനം, തരിസാപ്പള്ളി പട്ടയം തുടങ്ങിയവ ഇക്കൂട്ടത്തിൽ ശ്രദ്ധേയമാണ്. പ്രാചീന ലിപികളും ശിലാലിഖിതങ്ങളുടെ മാതൃകകളും ഈ ഗ്യാലറിയിലുണ്ട്. മാങ്കുളം ലിഖിതം, ഭട്ടിപ്രോലു ലിഖിതം എന്നിവയൊക്കെ ഇതിൽ ഏറെ ചരിത്ര പ്രാധാന്യമുള്ളവയാണ്. നാരായവും ആദ്യകാല പേനകളും മഷിയും ഉൾപ്പെടെ പ്രാചീന കാലത്ത് എഴുതാൻ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് മുന്നേ ഗ്യാദർ ചെയ്തിട്ടുണ്ടായിരുന്ന സാധനങ്ങളെ ഇവിടെ റീകളക്ട് ചെയ്തിട്ട് അത് വീണ്ടും ഉണ്ടാക്കിയിരിക്കുകയാണ്. എല്ലാത്തിൻ്റെ മോഡലാണ് വെച്ചിരിക്കുന്നത്. 3-ാം ഗ്യാലറി അച്ചടിയുടെ ചരിത്രവും പരിണാമവും വികാസവും എല്ലാം പ്രതിപാദിക്കുന്നതാണ്. ഗുട്ടൻബർഗ് ബൈബിൾ മുതൽ മലയാളത്തിൽ ആദ്യമായി അച്ചടിക്കപ്പെട്ട പുസ്തകങ്ങളും പരിചയപ്പെടുത്തുന്നതിനുള്ള അവസരമാണ് ഇവിടെയുള്ളത്. അച്ചടിയിൽ ഒരു കാലത്ത് വിസ്മയമായിരുന്ന ടൈപ്പ്റൈറ്റർ എന്ന ഉപകരണത്തിന്റെ വിവിധ മോഡലുകളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഏഷ്യയിലെ തന്നെ സഹകരണ മേഖലയിൽ സാഹിത്യ പ്രവർത്തകരുടെ ആദ്യ കൂട്ടായ്മയായ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തെക്കുറിച്ച് അറിവ് നൽകുന്നതാണ് 4-ാമത്തെ ഗ്യാലറി. കാരൂർ നീലകണ്ഠപിള്ള
ആണ്. അദ്ദേഹത്തിന് കിട്ടിയ റോയൽറ്റിയിൽ നിന്ന് എടുത്ത പണം ഉപയോഗിച്ച് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന് വേണ്ടി മേടിച്ച സ്ഥലമാണിത്. എഴുത്തുകാരെ ചൂഷണത്തിൽ നിന്ന് മുക്തരാക്കുക എന്നതായിരുന്നു സാഹിത്യത്തിൻ്റെയും ഭാഷയുടെയും പുരോഗതിക്കായി നിലകൊണ്ട ഈ സംഘത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. ഇവിടെ SPCSന്റെ മുൻകാല സാരഥികളുടെ ചിത്രങ്ങളും SPCS പ്രസിദ്ധീകരിച്ച പഴയ പുസ്തകങ്ങളും ന്യൂസ് റീലുകളുമൊക്കെ കാണാൻ കഴിയും. സാഹിത്യരംഗത്തെ ഒട്ടേറെ പ്രമുഖ വ്യക്തികളുടെ ഒപ്പുകളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 4 ഗ്യാലറികളും താഴത്തെ നിലയിലാണെങ്കിൽ 1-ാം നിലയിൽ ലോകത്തിലെ 6000-ഓളം ഭാഷകളെക്കുറിച്ച് വിവരം നൽകുന്ന ലോകഭാഷാ ഗ്യാലറിയും സജ്ജീകരിച്ചിട്ടുണ്ട്. എങ്ങനെ ലാംഗ്വേജ് ഉണ്ടായി എന്നുള്ളതിനെ പറ്റി പഠിക്കാൻ പറ്റി. അതിലുപരി പ്രീ ഹിസ്റ്റോറിക് പീരീഡ്സിൽ ഇവർ പെയിൻറ്റിങ്സ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഇപ്പം ഹണ്ടിങ്ങിന് പോകണമെങ്കിൽ ആനിമൽസിൻ്റെ പിക്ചേഴ്സ് അല്ലെങ്കിൽ സംതിങ് വെച്ചിട്ട് അവരത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതിനുശേഷം പിന്നെ അത് സൗണ്ടായി മാറി. ആ സൗണ്ട് പിന്നെ ഡെവലപ്പ് ചെയ്ത് ഇവർ കൊത്തുപണികളൊക്കെ ചെയ്തിട്ട് അതിനെ ലിപിയാക്കി കൺവേർട്ട് ചെയ്യുന്നതാണ് നമുക്കിവിടെ വന്നപ്പോൾ പഠിക്കാൻ പറ്റിയത്. അക്ഷരം മ്യൂസിയത്തിന്റെ തുടർഘട്ടങ്ങൾ കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ ഈ അറിവിന്റെ ലോകം വിസ്തൃതമാകും. കോട്ടയത്തെയും സമീപ പ്രദേശങ്ങളിലെയും പ്രധാന സാംസ്കാരിക ചരിത്ര പൈതൃക കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള അക്ഷര ടൂറിസം സർക്യൂട്ടും മ്യൂസിയത്തിന്റെ ഭാഗമായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ചരിത്ര സാംസ്കാരിക പ്രാധാന്യം വിളിച്ചോതുന്ന രേഖകൾ സൂക്ഷിച്ചിരിക്കുന്ന ദേവലോകം അരമന, ചുവർ ചിത്രങ്ങളുള്ള ചെറിയ പള്ളി, തിരുനക്കര ക്ഷേത്രം, കുരുന്നുകൾ ആദ്യാക്ഷരം കുറിക്കുന്ന പനച്ചിക്കാട് ദേവീക്ഷേത്രം, കൊട്ടാരത്തിൽ ശങ്കുണ്ണി സ്മാരകം, താഴത്തങ്ങാടി ജുമാ മസ്ജിദ്, ആദ്യകാല പ്രസ്സുകളിലൊന്നായ മാന്നാനം സെന്റ് ജോസഫ് പ്രസ് എന്നിവയാണ് അക്ഷര ടൂറിസം സർക്യൂട്ട് പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അക്ഷരം മ്യൂസിയത്തിന്റെ 2, 3, 4 ഘട്ടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തുടക്കം കുറിച്ചിരുന്നു. 13,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിലാണ് അക്ഷരം മ്യൂസിയത്തിന്റെ തുടർഘട്ടങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. ലോകത്തിലെയും ഇന്ത്യയിലെയും പ്രധാനപ്പെട്ട ലിപികളുടെ പരിണാമ ചരിത്രം, മലയാള കവിതാ സാഹിത്യ ചരിത്രം, ഗദ്യ സാഹിത്യ ചരിത്രം, വൈജ്ഞാനിക സാഹിത്യം എന്നിവ അടയാളപ്പെടുത്തുന്ന 8 ഗ്യാലറികൾ ഉൾപ്പെടുന്നതാണ് 2-ാം ഘട്ടം. മലയാള ഭാഷയുടെ ആവിർഭാവവും പരിണാമവും നേരിട്ട് കണ്ട് പഠിക്കാൻ മാത്രമല്ല, ആഴത്തിൽ മനസ്സിലാക്കാനും അക്ഷരം മ്യൂസിയത്തിനൊപ്പം വിശാലവും വൈവിധ്യപൂർണവും ആധുനികവുമായ മറ്റൊരു മ്യൂസിയം ഇല്ല എന്ന് തന്നെ പറയാം. വെറുതെ കാഴ്ചക്കാരായി എത്തുന്നവരിൽ പോലും കൗതുകം ജനിപ്പിക്കുകയും അവർക്ക് മലയാളത്തിന്റെ സമ്പന്നമായ സാഹിത്യത്തെയും പൈതൃകത്തെയും കുറിച്ച് പുത്തൻ അറിവുകൾ പകരുകയും ചെയ്യുന്നതാണ് അക്ഷരനഗരിയിലെ അക്ഷരം മ്യൂസിയം.